السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. ബിയോണ്ട് റിസൈറ്റേഷൻ അല്ലെങ്കിൽ പാരായണത്തിനപ്പുറം എന്ന ഈ ഒരു ഒരു കുഞ്ഞ് ഷോർട്ട് കോഴ്സ് ഇവിടെ തുടങ്ങാനുള്ള കാരണം, അതിനു മുമ്പ് ഞാൻ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാം. കാരണം ഈ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവരിൽ നമ്മൾ നഴ്സറി സ്റ്റുഡൻസും അല്ലാത്തവരും അല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ നഴ്സറി തഫ്സീർ തദബ്ബുർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഖുർആനെ ചിന്തയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള സംഭവമാണ് അല്ലെ. അതായത് ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ ഒതുങ്ങി നിൽക്കാതെ അതിനെ നമ്മള് ഖുർആനിലെ ഓരോ ആയത്തുകളും നമ്മളെ ചിന്തയാക്കുക, നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുക. അങ്ങനെ നമ്മള് ചിന്തയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മളുടെ അമലുകളിലേക്ക് ഖുർആനെ കൊണ്ടുവരാനുള്ള ഒരു എളുപ്പം അവിടെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ തദബ്ബർ എന്നൊക്കെ പറയുന്ന വാക്ക് തന്നെ പലർക്കും പുതിയതായിരിക്കും. പുതിയതായിരുന്നു, നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്കും പുതിയതായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആദ്യം ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങനെ പ്രാക്ടീസിലൂടെ അത് ഒരുപാട് അതിന്റെ എന്താണ് അതിന്റെ ഡെഫിനേഷനും റിസർച്ചും ഒന്നും അറിയാതെ തദബ്ബർ പ്രാക്ടീസിലൂടെ തദബ്ബർ ചെയ്ത് തുടങ്ങിയ ആളുകളാണ്. അതായത് ഓരോ ആയത്തുകളെയും ഒന്നിച്ച് ചിന്തിച്ച് ഇപ്പം അൽഹംദുലില്ലാഹ് പലരും കുറേ ആളുകളൊക്കെ ഏതൊരായത്ത് കേട്ട് കഴിഞ്ഞാലും അതിനെ ചിന്തിക്കാനുള്ള ഒരു പാകമായിട്ടുള്ള ആൾക്കാരാണ് ഒരുപക്ഷെ നഴ്സറി യാത്രയുടെ ആദ്യം മുതലേ ഉള്ളവര്. പക്ഷെ ഇടക്ക് കയറിയ പലരും, അതായത് ജുസ് 2ന്റെ പകുതിയിൽ 3ന്റെ പകുതിയിലൊക്കെ ജോയിൻ ചെയ്ത പലർക്കും, പ്രത്യേകിച്ച് ജുസ് 3ന്റെ പകുതിയോളം എത്തിയപ്പോൾ നമ്മള് തദബ്ബുർ ഒരുവിധം കഴിയുന്നവരൊക്കെ ചെയ്യണം നിർബന്ധമാക്കിക്കൊണ്ട് അതിന്റെ സ്റ്റൈലൊക്കെ മാറ്റി കൊണ്ടുവന്നിരുന്നു. അതായത് ടീച്ചർ തദബ്ബുർ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റുഡന്റ് തദബ്ബുർ എന്നൊക്കെ പറഞ്ഞപ്പം പലർക്കും പ്രയാസം, എന്താ തദബ്ബുർ എന്ന് തന്നെ അറിയാത്ത കാര്യങ്ങളും എന്തൊക്കെ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ ചില ഇൻട്രൊഡക്ടറി ക്ലാസ്സസ് ഒക്കെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നെങ്കിലും പലർക്കും തദബ്ബുർ എന്ന് പറഞ്ഞ ഒരു കിറാമുട്ടിയാണ്, എന്താന്ന് മനസ്സിലാവാതെ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പം ഇനി വളരെ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് ചിലപ്പം ഈ വാക്ക് തന്നെ പുതിയതായിരിക്കും, തദബ്ബുർ എന്താണ്. അപ്പൊ നമ്മൾ ഇതെന്താന്ന് മനസ്സിലാക്കുക, അതിന്റെ ആവശ്യകത, അല്ലെങ്കിൽ അതില്ലാതെ ജീവിക്കും, അല്ല അതില്ലാതെ ഖുർആനുമായിട്ട് കണക്ട് ചെയ്യുമ്പം അതിന്റെ ഒരു നിരർത്ഥകത, അതൊരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നാച്ചുറലി നമ്മൾ അതിലേക്ക് എത്തിക്കൊള്ളും. അപ്പം അങ്ങനെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സീരീസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മോട്ടിവേഷൻ സീരീസ് എങ്കിലും ചെയ്യണം എന്ന് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ അതിനുവേണ്ടി കോണ്ടന്റ് ഒന്ന് എഴുതി ഉണ്ടാക്കാനുള്ള സമയത്തിന്റെയും മറ്റു പ്രയാസങ്ങൾ കാരണം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയതാണ്. സുബ്ഹാനല്ലാഹ്. ഇത് ഒരു കറക്റ്റ് സമയം എന്നുള്ളത് പോലെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു 2 ആഴ്ച മുമ്പ് എനിക്കൊരു ഒരു ഒരു റിസർച്ച് പേപ്പർ പോലത്തെ ഒരു ഡോക്യുമെന്റ് അയച്ചു തന്നിട്ട് പറഞ്ഞു, പക്ഷെ അത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവും, നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും ചിലപ്പോൾ ഹെൽപ്പ് ആവും എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ 2 പേജ് വായിച്ചപ്പോൾ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു സാധനം എനിക്ക് എത്തിച്ചു തന്ന പോലെ തോന്നി. അൽഹംദുലില്ലാഹ്. അത്രയ്ക്ക് എന്താണോ നമുക്ക് വേണ്ടത് അതെല്ലാം ഇതിനകത്തുണ്ട്. ഈവൻ തദബ്ബുറിന്റെ ഏത് ലെവലിലുള്ള ആളുകളാണെങ്കിലും, ഒരുപക്ഷെ ഒരുപാട് തദബ്ബുറിൽ പുരോഗമിച്ച ആൾക്കാരാണെങ്കിൽ പോലും എന്തൊക്കെയോ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടാനുണ്ടെന്ന് ശരിക്കും ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ മനസ്സിൽ വിചാരിച്ചതാണ് ഇത് എല്ലാവരിലേക്ക്, കാരണം ഞാൻ ഒറ്റയ്ക്ക് വായിച്ച് തീർത്തു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ചിലപ്പം അതിന്റെ ഒരു, ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് വായിച്ച് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമൊന്നും കിട്ടൂല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്ന് മാത്രമല്ല, ഇത് വേറൊരാൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ അവരുടെ എല്ലാവരുടെ ആംഗിളിൽ നിന്നുകൊണ്ട് ചിന്തിക്കും. അപ്പം കൂടുതൽ എനിക്ക് തന്നെ അതിനൊരു പ്രയോജനം കിട്ടും, അതുപോലെ നിങ്ങൾക്കും പ്രയോജനം കിട്ടും. അപ്പൊ തന്നെ മനസ്സിൽ വിചാരിച്ചു അൽഹംദുലില്ലാഹ്, അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ഞാൻ വിചാരിച്ചത് 4 സെഷനായിട്ട് തീർക്കാന്നാണ്. പക്ഷെ പെട്ടെന്ന് ഒരു തൊണ്ടക്കൊക്കെ ഒരു വയ്യായ്ക വന്നതുകൊണ്ട് ഇന്നത്തെ സെഷൻ തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 4 തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കാം. നമുക്ക് ഒരു 1-2 സെഷൻ അധികം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് എന്തായാലും പ്രയോജനമുള്ളതായിരിക്കും തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പം തദബ്ബുർ എന്താന്ന് ഒട്ടും അറിയാത്ത ആളുകളും ഈവൻ ഖുർആനെ ജസ്റ്റ് പാരായണം ചെയ്തു പോകുന്ന ഏതൊരാളിലേക്കും, ഈവൻ തദബ്ബുർ ചെയ്യുന്ന ആൾക്കാർക്കും പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യമാണത്. ലൈവിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. ഇനി ലൈവ് ഇല്ലെങ്കിലും റെക്കോർഡിംഗ് ആയിട്ടും പരമാവധി ആളുകളിലേക്ക് ഇത് നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇന്ന് അൽഹംദുലില്ലാഹ് നമുക്കറിയാം, നമ്മള് ജുസ് 4ന്റെ അഡ്വർടൈസ് ജുസ് 4 അനൗൺസ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമുക്കിപ്പോ ഇന്ന് വിരൽത്തുമ്പിലാണ് ഇസ്ലാം ഉള്ളത്.
എല്ലാ സ്ഥലത്തും കിട്ടാനുണ്ട് ഖുർആൻ എന്താണെന്നും ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും എല്ലാ കാര്യങ്ങളും തഫ്സീറൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഒഴുക്കിൽ പെട്ടിട്ട് എന്തിനാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പലപ്പോഴും മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പാരായണം ചെയ്യുന്ന ആളുകളാണ്. പണ്ടത്തെ നമ്മുടെ പൂർവികന്മാരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരൊക്കെ സ്പെൻഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഖുർആന്റെ മേലെ, പഠനത്തിന്റെ മേലും ഒക്കെ. പക്ഷെ എന്തിനു വേണ്ടിയെന്ന് പലപ്പോഴും മറന്നു പോകുന്ന, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മറന്നു പോകുന്ന, അള്ളാഹു വീണ്ടും വീണ്ടും ഖുർആനിൽ പറഞ്ഞല്ലേ നിങ്ങൾ തദബ്ബർ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ ചിന്തിക്കാനാന്നുള്ള കാര്യം മറന്നു പോകുന്ന, സ്വഭാവത്തിൽ അത് വേണമെന്ന് മറന്നു പോകുന്ന രീതിയിലുള്ള ഒരു പഠനത്തിലാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് അതിനെ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് റീസെറ്റ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആശയങ്ങൾ, ഈ എന്താണ് ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹു ഹൈറാക്കി അതിനെ പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ, ആമീൻ. അപ്പം നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ആദ്യം തന്നെ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനുണ്ട്. അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്. ഖുർആൻ വഹിക്കുന്നവരെ, ഖുർആൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണ് നട്ടു വളർത്തിയത്? വിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് ഖുർആൻ ഒരു വസന്തമഴ പോലെയാണ്. ഭൂമിക്ക് മഴ എങ്ങനെയാണോ അതുപോലെ. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ ഒരു മാലിന്യ കൂമ്പാരത്തിനിടയിൽ കിടക്കുന്ന വിത്തിന്മേൽ പതിച്ചേക്കാം. നിങ്ങൾ ഇമാജിൻ ചെയ്യാം, വളരെ ചെളി പൂണ്ട് ആകെ കൂടെ ഒരു വൃത്തികേടായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു വിത്തുണ്ട്, ഓക്കെ, വേസ്റ്റിന്റെ ഇടയിൽ. അവിടുന്ന് ആകാശത്തുനിന്ന് മഴ വീഴാണ്. ഓക്കെ, നമ്മളെ വീട്ടിലെ ബ്യൂട്ടിഫുൾ ഗാർഡനിലുള്ള വിത്തിന്റെ കാര്യമൊന്നുമല്ല പറയുന്നത്, ഏതോ ചെളിക്കുണ്ടിലുള്ള ഒരു വിത്ത്, അതിന്റെ മേലെ ആകാശത്തുനിന്ന് ഒരു മഴ പതിച്ചേക്കാം. ചുറ്റുപാടിന്റെ ദുർഗന്ധവും അഴുക്കും ആ വിത്തിനെ തടയുന്നില്ല. ആ മഴ വീണ് കഴിഞ്ഞാൽ ചുറ്റുപാട് എന്തൊക്കെ വൃത്തികേടുണ്ടെങ്കിലും ആ വിത്ത് മുളയ്ക്കുന്നതിന് അതൊരിക്കലും തടയാവുന്നില്ല അല്ലെ. മഴ ലഭിക്കുമ്പോൾ അത് മുളയ്ക്കുന്നു, പച്ച പിടിക്കുന്നു, മനോഹരമായി പൂക്കുന്നു. ഇനി നമ്മളിലേക്ക് തന്നെ നോക്കുക. ഖുർആൻ വഹിക്കുന്നവരെ, ഖുർആൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണ് നട്ടു വളർത്തിയത്? ഒരു സൂറത്ത് പഠിച്ചവർ എവിടെ? 2 സൂറത്തുകൾ പഠിച്ചവർ എവിടെ? നിങ്ങൾ പഠിച്ച ആ ഖുർആൻ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്? ഭയങ്കര നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അത്രയും വേസ്റ്റിൽ ഡേർട്ടി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോലുള്ള ഒരു വിത്തിലേക്ക് ശരിക്കും മഴ വീണ് കഴിഞ്ഞാൽ ആ വിത്ത് മുളയ്ക്കുന്നത് പോലെ ഖുർആനാകുന്ന മഴ നമ്മളുടെ, അതായത് ഭൂമിക്ക് മഴ എങ്ങനെയാണോ അതുപോലെയാണ് ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പറഞ്ഞത്. വസന്ത മഴ ഉണ്ടാക്കണം. അപ്പൊ നമ്മളിനി എത്ര മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിലും ആ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിൽ ആ ഒരു എന്താണ് മുളപ്പും പച്ചപിടിക്കലും മനോഹരമായിട്ടുള്ള പൂക്കലും ഒക്കെ നടക്കണം എന്നാണ് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഒന്നോ രണ്ടോ ഒന്നല്ല, ഒരുപാട് സൂറത്തുകൾ പഠിച്ച ആളുകളാണ് അല്ലെ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്ത് വസന്ത ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവത്തിന് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാക്കിയത് നമുക്കൊന്ന് ഉറക്കെ ചിന്തിച്ചു നോക്കാം, പല പല വിഷയങ്ങളായിട്ട് എടുത്തിട്ട്. ഓക്കെ, അപ്പം ആദ്യം എടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഖുർആൻ ആൻഡ് ദ ഫ്ലേമിംഗ് മിറ്റോർ. അത് ഉൽക്ക കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ. എന്താണ് നമ്മളെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുന്ന ലൈക്ക് കത്തി ജ്വലിക്കുന്ന ഒരു എന്താ പറയാ, അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പം ഒരു ഉൽക്കനോട് ഖുർആനിനെ ഉപമിച്ചു കൊണ്ടിട്ടുള്ള ഒരു കാര്യം ഹാദിഹി റിസാലത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഡോക്ടർ ഫരീദ് അൽ അൻസാരി എഴുതിയ ഒരു സെക്ഷൻ വെച്ചിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊന്ന് കാണാം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കലും അദ്ദേഹത്തിന് ഒരാള് സമീപിക്കുകയാണ്. ഓക്കെ, ഈ വന്ന ആള് ഹിദായത്തിന് വേണ്ടി ഭയങ്കര ദാഹിച്ചിട്ട് വരുന്ന ഒരാളാണ്. ഓക്കെ, എന്നിട്ട് ആ ആള് ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയും, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഖുർആനില് ഭയങ്കര അത്ഭുതകരമായ പവർ ഉണ്ട് എന്ന് ഖുർആന്റെ ആയത്തുകൾ തന്നെ പറയുന്നുണ്ടല്ലോ അല്ലെ. നമുക്ക് ഇങ്ങനെ ഭയങ്കര മജിസത്താണെന്നൊക്കെ പറയുന്നത് പോലെ അതിഭയങ്കരമായ എന്തോ പവർ ഖുർആനിൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഖുർആനിലെ ആയത്തുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റാതെ, എനിക്ക് എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല? എന്തുകൊണ്ടാണ് ആ ഒരു വെളിച്ചം എന്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്? എന്റെ ആത്മാവിന്, എന്റെ നെഫ്സിന് ഇതുവരെ അത് ആ ഒരു വെളിച്ചം കൊടുത്ത ആ ഒരു തീ അല്ലെ, നമ്മൾ പറയില്ല, ഒരു സ്പാർക്ക്, അത് എന്റെ നെഫ്സിന് എന്തുകൊണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല? എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളെയും ട്രാൻസ്ഫോം ചെയ്തതുപോലെ ഖുർആൻ എന്നെ ട്രാൻസ്ഫോം ചെയ്തില്ല? ഓക്കെ, അതേ ഖുർആൻ തന്നെ, അതായത് അന്നത്തെ ജനതനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന അതേ ഖുർആൻ തന്നെയല്ലേ ഇന്നും നമ്മളെ കയ്യിലുള്ളത്? അപ്പം ഇദ്ദേഹം പറയും, അതെ, അത് തന്നെയാണ്.
ഓക്കെ. എന്നിട്ട് അദ്ദേഹം മറുപടി പറയും ഖുർആൻ എറ്റേണൽ ആണ്, അതായത് എന്നേക്ക് നിലനിൽക്കുന്നതാണ്. ആൻഡ് പൾസിങ് വിത്ത് ലൈഫ്, പൾസിങ് വിത്ത് വെച്ചാൽ ഖുർആന്റെ ഉള്ളില് ജീവൻ ഇന്നും ഉണ്ട്. ഓക്കെ, ജീവൻ തുടിക്കുന്നത് തന്നെയാണ് ഖുർആൻ. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വെറുതെ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് അതുവഴി നടന്നു പോകുന്നവർക്കൊന്നും ദാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് സീക്രട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കൂല. ഓക്കെ, ഖുർആന്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നവർക്കൊന്നും, ഇപ്പൊ നമ്മളെ വീട്ടിന്റെ മുമ്പ് കൂടെ നടന്നു പോകുന്നവർക്കൊന്നും നമ്മൾ ബിരിയാണി വിളമ്പൂല അല്ലെ. നമ്മളെ വീട്ടിനകത്ത് വന്ന് നമ്മളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നവർക്കാണ് നമ്മൾ ആ പറഞ്ഞ ബിരിയാണി സദ്യയൊക്കെ കൊടുക്കുള്ളൂ. അതുപോലെ അതുവഴി ഇങ്ങനെ വെറുതെ പോണ വഴിക്ക് തോണ്ടുന്നവർക്കൊന്നും ഖുർആൻ അതിന്റെ സീക്രട്സ് കൊടുക്കൂല. അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ? സിൻസിയറിറ്റി അല്ലെ, ആത്മാർത്ഥത വേണം, കമ്പാനിയൻഷിപ്പ്, അതുമായിട്ട് കൂട്ടുകൂടണം, ആൻഡ് എഫേർട്ട്, നല്ല പരിശ്രമം വേണം. ഓക്കെ, അതിൽ നിന്ന് ഹിദായത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവര് അത്രയും എഫേർട്ട് ഇടുന്ന, എത്രത്തോളാണോ എഫേർട്ട് ഇടുന്നത് അത്രത്തോളം ആയിരിക്കും ഖുർആൻ അതിന്റെ രഹസ്യങ്ങൾ അതിന് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ആളുടെ അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഖുർആനുമായിട്ടുള്ള എൻഗേജ്മെന്റ് എന്താണ്? ഇപ്പൊ നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞു അല്ലെ, ഖുർആനിൽ ഇപ്പോഴും ലൈഫ് ഉണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പക്ഷെ ഖുർആനെ ഒരു ലൈഫുള്ള എന്തോ പോലെയാണോ കണക്കാക്കുന്നത്? സാധാരണ ഏതൊരു ബുക്കും അല്ലെ, ബുക്കിന് പേജുകൾ ഉണ്ട്, പേജുകൾക്ക് ജീവൻ ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കുന്നില്ല. അതുപോലെ പ്രത്യേകിച്ച് അത് ഹിസ്റ്ററിയിൽ നിന്ന് അല്ലെ, ചരിത്രത്തിൽ നിന്ന് വന്ന വളരെ പ്രാധാന്യമേറിയ ഒരു ഗ്രന്ഥം, അതുപോലെയാണ് നമ്മൾ അതിനെ വായിച്ചു വിടുന്നത് അല്ലെ. ഒരുപക്ഷെ നമ്മളെ കയ്യിൽ ഇന്ന് ഉള്ള മറ്റു പല ബുക്കുകൾ പോലെയല്ല നമ്മൾ വായിച്ചു വിടുന്നത്. മറ്റു പല ബുക്കുകൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇത് പിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഇതിന് പ്രതിഫലം ഉണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം അല്ലെ. അത് ഫോസിലൈസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ പണ്ടൊക്കെ ജീവിച്ചിരുന്ന പല ജീവികളും ലൈക്ക് പാറയും അവ ചത്ത് മണ്ണോട് അടിഞ്ഞ് അല്ലെ പാറയായി മാറുന്നതിനാണ് നമ്മൾ ഫോസിലൈസ് എന്ന് പറയാം. അതുപോലെ ഖുർആൻ ഇങ്ങനെ പണ്ടത്തെ ചരിത്രത്തിന്റെ എന്തോ ഒരു ബാക്കി പത്രം പോലെ വന്ന ഒരു കാര്യം എന്നതുപോലെ ആ ഒരു പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറം നമ്മളെ ജീവിതത്തിനകത്തേക്ക് കയറിയിട്ട്, ഹൃദയത്തിനകത്തേക്ക് കയറിയിട്ട് അതിനെ കൊണ്ടൊരു മാറ്റം ഉണ്ടാവാനുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ സമീപിക്കുന്നില്ല. സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏത് ലെവലിലാണോ നമ്മൾ സമീപിക്കുന്നത് ആ ലെവലിലുള്ള ഗുണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ഈ ഒരു അവസ്ഥയ്ക്ക് അദ്ദേഹം ഉപയോഗിച്ച ഒരു ഉപമയുണ്ട്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജ്വലിക്കുന്ന ഉൽക്ക. ഈ കണ്ടല്ലോ, ഈ സ്ക്രീനിലേക്ക് നോക്കുക, ഫോട്ടോയിൽ കണ്ടല്ലോ, ഭൂമിയിലേക്ക് ഇങ്ങനെ പതിക്കുന്ന ആ ഒരു കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൽക്ക. ഓക്കെ, അതുപോലെയാണ് ഖുർആന്റെ കാര്യം. അത് വരുമ്പം ഈ ഉൽക്കകൾ സാധാരണ അങ്ങനെ വരുമ്പോൾ നല്ല ഫ്ലെയിമിങ് ഹോട്ട്, അല്ലെങ്കിൽ കത്തി ജ്വലിച്ചിട്ടാണ് ഉണ്ടാവുക. പക്ഷെ വന്ന് പതിച്ചു കഴിഞ്ഞ് അതിന്റെ ആ തീയൊക്കെ കെട്ട് അത് കൂൾ ഓഫ് ചെയ്യുക, അത് തണുത്ത് ഒരു മറ്റേത് കല്ലും പോലെ ആയിട്ട് അതങ്ങോട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് ഈ ഉൽക്കകൾ ഭൂമിയിൽ പതിക്കുമ്പോൾ. വരുമ്പോ നല്ല കത്തി ജ്വലിച്ചിട്ടായിരിക്കും, പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ അതിങ്ങനെ മറ്റേതും പോലെ ഇപ്പൊ ഈ ഒരു അടുത്ത ഇമേജിൽ കാണുന്ന പോലെ ഫസ്റ്റ് ഏറ്റവും മുകളിൽ കാണുന്നത് വരുന്നത്, പിന്നെ താഴെ രണ്ടാമത് കാണുന്നത് മെല്ലെ മെല്ലെ തണുത്ത്, മൂന്നാമത്തത് സാധാരണ ഏത് കല്ലും പോലെ ആയിട്ട് അത് മാറിയിട്ടുണ്ടാവും. ഇതുപോലെയാണ് നമ്മളൊക്കെ കാര്യത്തില് ഖുർആൻ. പക്ഷെ ഈ ഉൽക്കകളുടെ കാര്യത്തില് സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ എടുത്തിട്ട് പഠിക്കും. അതിന്റെ ഫിസിക്കൽ അതിന്റെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചിട്ട് അത് എവിടെ നിന്നാണ് വന്നത്, ഇന്ന സ്ഥലത്ത് നിന്നാണോ വന്നത് എന്നൊക്കെയുള്ള അതിന്റെ ഒറിജിനെ കുറിച്ചൊക്കെ പഠിക്കും. ഏകദേശം ഖുർആനും അതുപോലെയാണ്. ഇതുപോലെ ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു കല്ല് പോലെ, അല്ലെങ്കിൽ ഒരു സാധാരണ ബുക്ക് പോലെ ആളുകൾ ഇപ്പോഴും അതിന്റെ ഫിസിക്കൽ കോമ്പോസിഷൻ പഠിക്കുന്നുണ്ട് അല്ലെ. ഭൗതികമായിട്ടുള്ള അതിന്റെ സ്ട്രക്ചർ, അതിന്റെ വാക്കുകൾ, അതിന്റെ ഭംഗി, അതിന്റെ പാരായണത്തിന്റെ ഭംഗി, അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ വന്നതാണ് ഇന്ന സമയത്ത്, അതാണ് അതിന്റെ പ്രാധാന്യം, അതൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഉൽക്കന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഫയർ എന്ന് പറയുന്ന സംഭവം മറന്നു പോകുന്നത് പോലെ ഖുർആന്റെ ഉള്ളിലും ആ ഖുർആൻ കൊണ്ട് നടക്കുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, അതിനെ പലപ്പോഴും മറന്നു പോകുന്ന രീതിയിലാണ് നമ്മളും ഖുർആനെ സമീപിക്കുന്നത്. ഓക്കെ, ആ ഒരു കല്ലായി കഴിഞ്ഞാൽ നമ്മൾ ആ കല്ലിന് കൊടുക്കുന്ന പ്രാധാന്യം എന്താ? ഇത് എവിടുന്ന് വന്നു, എന്താണ് ഇതിന്റെ സ്ട്രക്ചർ, അതുപോലെ ആയിട്ട് മാറിയിട്ടുണ്ട് ഖുർആൻ. പക്ഷെ ഇവിടെ ഈ കല്ലായി മാറിയിട്ടുള്ള ഈ ഉൽക്കയ്ക്ക് പോലും അതിന്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാവും അല്ലെ. അതുപോലെ ഖുർആന്റെ ഉള്ളില് എപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ഫയർ ഉണ്ട്. അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല, നമ്മൾ അതിനെ അന്വേഷിച്ചിട്ടുമില്ല. സുബ്ഹാനല്ലാഹ്.
ഓക്കെ, അത് ഒരുപാട് അറിവുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഒരു ലേമാൻ, ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും ഖുർആനെ ഖുർആനിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിന്റെ ടെക്സ്റ്റിന്റെ ഭംഗിയും പിന്നെ അത് എങ്ങനെ ഉണ്ടായി, എവിടുന്ന് വന്നു എന്നുള്ള ആ ഒരു സംഭവം, പിന്നെ അത് നമ്മള് ഭൂമിന്റെ മേലെ നിന്ന് അല്ലെ വേറൊരു ലോകത്ത് നിന്ന് വരുന്നതാണെന്നൊക്കെ ഉള്ള അതിന്റെ ആ ഒരു എക്സ്ട്രാ എന്താ പറയാ ഭൗമികമല്ലാത്ത എന്തോ ഒരു പ്രാധാന്യം എന്നൊക്കെ ഉള്ളതിനപ്പുറം ഇതിന് നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെയോ എവിടേക്കോ ഒരു കണക്ഷൻ ഉണ്ടാക്കാനുണ്ട്, നമ്മൾക്ക് ആകെ കൂടെ ട്രാൻസ്ഫോം ആവാനുണ്ട് എന്നുള്ളതൊന്നും സുബ്ഹാനല്ലാഹ് നമ്മൾ അത്ര വലിയ കാര്യം കൊടുക്കാറില്ല. യെസ്, അതിന്റെ ഭാഷാപരമായ ഡയമെൻഷൻസും അതിന്റെ എന്താണ് പാരായണത്തിന്റെ ഭംഗിയും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നിയമങ്ങളും നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. പക്ഷേ അതിന്റെ മെയിൻ ഉദ്ദേശം നമ്മളുടെ ഉള്ളില് അല്ലെ, നമ്മുടെ ഉള്ളില് സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു ഉണർച്ച അല്ലെ, അതുമൂലം അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് നമുക്കൊരു വേറെ ലെവലിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവാനുണ്ടെന്നുള്ള ഒരു കാര്യമാണ് അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകും അല്ലെ. എന്നിട്ട് അതിന്റെ ഈ ഇമ്പോർട്ടന്റ് തന്നെയാണ്, എന്നാൽ പ്രൈമറി അല്ലാത്ത കുറെ കാര്യങ്ങളുടെ മേലാണ് നമ്മൾ ഇപ്പോഴും ഓക്കെ, അതിന്റെ ടെക്സ്റ്റും അതിന്റെ ഭംഗിയും അതിന്റെ പാരായണത്തിന്റെ ഭംഗിയും അതിലെ നിയമങ്ങളും, യെസ് അതൊക്കെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അല്ലെ നമ്മുടെ ആത്മീയമായ ഉണർച്ച, അതിലൂടെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ വഹി അല്ലെങ്കിൽ റെവലേഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ അല്ലെ ആ ഒരു ചരിത്രത്തിൽ അന്ന് നടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതായത് വഹി അവസാനിച്ചതോടുകൂടി അവസാനിച്ച കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അവസാനിച്ചതോടുകൂടി ഖുർആന്റെ വഹി നിന്നു. പക്ഷേ വഹി എന്ന് പറയുന്ന വാക്കിന് ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഖുർആൻ സ്വയം ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വഹി ഇറങ്ങിയത് നിന്നു, പക്ഷെ ഖുർആൻ സ്വയം എന്നും റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നും വഹി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിലേക്ക്. ഓക്കെ, അത് 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോഴും അതിന്റെ വാക്കുകളും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങളും മുത്തുകളും പവിഴങ്ങളും ഇപ്പോഴും അത് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതിങ്ങനെ തുറന്ന് കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആർക്കാണ്? ഏറ്റവും കൂടുതൽ അത് അർഹിക്കുന്നവർക്ക് മാത്രം. വഹി എന്ന് പറയുന്ന വാക്കിന് അങ്ങനെ പെർപ്പച്വലി റിവീലിംഗ്, അതായത് എന്നെന്നും തുറന്ന് കാണിക്കുന്ന എന്നൊരർത്ഥം കൂടിയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആൻ ഇന്നും അത് അർഹിക്കുന്നവർക്ക് അത് തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു കാര്യം തിരിച്ചറിയലാണ് ഈ തദബ്ബുർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഖുർആനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ പടി. ഓക്കെ, ഖുർആൻ ഇപ്പോഴും നമുക്ക് പലതും പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും, ഇനിയും പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളത്. ഓക്കെ, അല്ലാതെ ഖുർആൻ എന്താണെന്ന് പഠിച്ച് എവിടെയോ എത്തി കുറെ മാർക്ക് വാങ്ങി സർട്ടിഫിക്കറ്റ് വാങ്ങലല്ല. ഇന്നും ഖുർആന് എന്നോട് മാത്രമായിട്ട് സംസാരിക്കാൻ പറ്റും, എനിക്ക് മാത്രമായിട്ട് വിലമതിക്കാനാവാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അതിന്റെ വെളിച്ചം കൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് കാണാത്ത പലതും കാണാൻ പറ്റും. അതിന്റെ വെളിച്ചം കൊണ്ട് ഈമാന്റെ അടുത്തടുത്ത ലെവലുകളിലേക്ക് എനിക്ക് ഉയരാൻ പറ്റും. ഓക്കെ, ഖുർആന്റെ ആ ഒരു വാട്ടർഫാളിൽ നിൽക്കുമ്പോൾ നമ്മളെ ആത്മാവിന് വല്ലാത്തൊരു സുഖാനുഭൂതി ലഭിക്കും. അള്ളാഹുവിന്റെ അല്ലെ ഡിവൈൻ ആയിട്ടുള്ള ദൈവികമായ ഇൽമാണ് അതിനകത്ത് മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് ഭൂമിയിലെ സ്വർഗമാണ് അതെന്നൊക്കെ തിരിച്ചറിയാനും സുബ്ഹാനല്ലാഹ് അങ്ങനെയൊക്കെ ഉണ്ട് ഖുർആനിൽ എന്ന് തിരിച്ചറിയലാണ് ഇതിന്റെ ആദ്യപടി, ആ ഒരു എക്സ്പീരിയൻസിന്റെ ആദ്യപടി. ഇനി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാനുള്ള അഡ്മിഷൻ ഫീസ് എന്താണ്? കാരണം എന്തൊരു കാര്യങ്ങളും പഠിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് പൈസ കൊടുക്കാതെ നടക്കൂല അല്ലെ. അതിന്റെ അഡ്മിഷൻ ഫീ എന്താണെന്നറിയോ? ഒരൊറ്റ കാര്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കലാണ്. എന്ത്? ഖുർആൻ എന്ന് പറയുന്നത് അല്ലെ ഈ റബ്ബുൽ ആലമീനായ സകല ആലമിന്റെയും റബ്ബായ എന്നെന്ന് അൽ ഹയ്യായ അല്ലെ എന്നെന്ന് നിലനിൽക്കുന്ന അൽ ഖയ്യൂമായ എല്ലാത്തിനെയും നിലനിർത്തുന്ന ഒരിക്കലും മരിക്കാത്ത അല്ലെ അവസാനമില്ലാത്ത റബ്ബിന്റെ വാക്കുകളാണ്, സത്യമായിട്ടുള്ള വാക്കുകളാണ് ഖുർആൻ എന്ന് നമ്മൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് സാക്ഷ്യം വഹിച്ച ആൾക്കാരാണോ? ആണ്. പക്ഷെ എവിടെയോ അത് നമ്മുടെ ഉള്ളിൽ തട്ടിയിട്ടില്ല അല്ലെ. ഉള്ളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോ നമ്മൾ ഇതൊക്കെ അന്വേഷിച്ച് തുടങ്ങേണ്ടതായിരുന്നു. കാരണം റബ്ബിന്റെ വാക്കുകളാണെങ്കിൽ അത് എത്ര യഥാർത്ഥമായിരിക്കും അല്ലെ. റബ്ബിന്റെ വാക്കുകളിൽ റബ്ബ് ഖുർആൻ നിങ്ങൾക്ക് തദബ്ബുർ ചെയ്യാൻ ഇറക്കിയതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നോ അതിന് ശ്രമിച്ചിട്ടുണ്ടാവുമായിരുന്നു അല്ലെ.
നമ്മള് സാക്ഷ്യം വഹിക്കൽ ഇപ്പുറത്ത് അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ച് എന്നിട്ട് പാരായണം ഇപ്പുറത്തെ സൈഡിലൂടെ അങ്ങോട്ട് പ്രതിഫലത്തിനായിട്ട് അങ്ങനെ വർദ്ധിപ്പിച്ച ആൾക്കാരാണ് നമ്മൾ. ഓക്കെ, അപ്പം ഈ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ്, ഖുർആനിൽ നമുക്ക് കിട്ടാനുള്ള എക്സ്പീരിയൻസിന്റെ അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത്, ഖുർആൻ എന്ന് പറയുന്നത് ഈ റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളാണെന്ന് വിശ്വസിച്ച് സാക്ഷ്യം വഹിക്കലും മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അത് കഴിയുമ്പോൾ നാച്ചുറലി ഖുർആനിലെ ഓരോ ആയത്തുകളും നമ്മൾ കാണുമ്പോൾ റബ്ബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, അപ്പൊ അതിനകത്ത് എന്തോ കാര്യം ഉണ്ടാവും. നമ്മൾ റബ്ബിന്റെ അടുത്ത് തന്നെ ചോദിക്കും, റബ്ബ് അതിനുള്ള ഉത്തരവും തരും. നമ്മൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ നമ്മളെ റബ്ബ് അത് ചിന്തിപ്പിക്കാൻ വേണ്ടി പലതിലും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാവും, പല സാഹചര്യങ്ങളിലും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാവും, എന്നാലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ അടുത്തൊക്കെ പലരും പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോ പറയാറുണ്ട് എല്ലാം ഖുർആനിലുണ്ട്, എല്ലാം റബ്ബിലുണ്ട്. പക്ഷെ ആർക്കും അതിനകത്ത് അത്രയും ഒരു ക്ഷമയോ അല്ലെ, അതിനു വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ട് വിശ്വാസം, ഈ പറഞ്ഞ നമ്മളിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞ അതിന്റെ അഡ്മിഷൻ ഫീ എന്താന്ന് ചോദിച്ചില്ലേ, ഖുർആന്റെ ഈ ഫീലിങ്സ് ഒക്കെ കിട്ടാനുള്ള, എക്സ്പീരിയൻസ് കിട്ടാനുള്ള അഡ്മിഷൻ ഫീ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, ഒരേ ഒരു കാര്യമുള്ളൂ, ഇത് റബ്ബിന്റെ വചനങ്ങളാണെന്ന് വിശ്വസിച്ച് സാക്ഷ്യം വഹിക്കലും മാത്രമാണ് ഇതിന്റെ അഡ്മിഷൻ ഫീ. അപ്പൊ ആ ഒരു വിശ്വാസം ഇനിയും നമ്മളിലൊന്നും ഉറക്കാത്തത് കൊണ്ടാണ് നമുക്കൊക്കെ അള്ളാഹു അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ തന്നിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. നമ്മൾ അവളുടെ പ്രയാസങ്ങളും കൊണ്ട് എവിടെ ഒരാളെടുത്തും പോണ്ട, ഖുർആനിലേക്ക് പോയാൽ മതി. അള്ളാഹു നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീരും അല്ലെ. പക്ഷെ നമുക്ക് ആ ഒരു വിശ്വാസം ഇപ്പോഴും അങ്ങോട്ട് ഉറച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണല്ലേ എന്നെന്നും നിലനിൽക്കുന്ന റബ്ബിന്റെ സംസാരം അല്ലെ, അതിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്റെ പ്രശ്നങ്ങൾക്ക് അള്ളാഹ്ക്ക് മറുപടി പറയാൻ പറ്റൂല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവൂല നമ്മൾ വിശ്വസിക്കാം. എന്നും നിലനിൽക്കുന്ന ഹൈ ആയ റബ്ബിന്റെ വചനങ്ങൾ, അതിന്റെ ക്വാളിറ്റി കുറയോ? ആ വചനങ്ങൾക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെടുമോ? ഒരിക്കലും നഷ്ടപ്പെടൂല അല്ലെ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവനവൻ ഫേസ് ചെയ്യുന്ന എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെയും മറുപടി തരാൻ പര്യാപ്തമായ വാക്കുകൾ ഖുർആനിലുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല അല്ലെ. വിശ്വാസമില്ലായ്മ തന്നെയാണ് നമ്മളെ ഇന്നും ആ ഒരവസ്ഥയിലേക്ക്, ഖുർആന്റെ ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാത്തത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം റബ്ബിന്റെ വചനങ്ങൾക്ക് ആ ഒരു അന്നുണ്ടായിരുന്ന അതേ ക്വാളിറ്റി ഇന്നും നിലനിർത്താൻ പറ്റും. അന്ന് എങ്ങനെ ആളുകളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നോ അതേപോലെ ഇന്നും അതിന് കൊണ്ടുവരാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പോകെ ഇല്ലാതാവുകയോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് ഈമാനും നമ്മള് ഈ ഗ്രന്ഥവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ആണ് കുറയുന്നത്. അത് രണ്ടും കുറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഇല്ലാണ്ടാവും. ഓക്കെ, ആ ഗ്രന്ഥം ഇപ്പോഴും ഉള്ളിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം തന്നെയാണ്. അതിന് അന്ന് കൊടുത്ത അതേ അന്നുള്ളവരെ എങ്ങനെ നന്നാക്കാൻ പറ്റുമോ അതേപോലെ ഇന്ന് നമ്മളെ നന്നാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനകത്തുള്ള വിശ്വാസത്തിന്റെ കുറവും നമുക്ക് ആ ഗ്രന്ഥവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കുറവുമാണ് നമുക്ക് അത്രയും ഗുണം കിട്ടാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരുപക്ഷെ ഇവിടെയുള്ള പലരും സുബ്ഹാനല്ലാഹ് നൂർസദരിയിലുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഏതോ ഒരു കുഞ്ഞു ലെവലിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, വളരെ ചെറിയ അല്ലെ മൈന്യൂട്ട് ആയിട്ടുള്ള ലെവലിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഖുർആനുമായിട്ട് കീപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. നമ്മളെ ജീവിതങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കര വലിയ ലെവലിലൊന്നാണ് നമുക്ക് തന്നെ അറിയാം നമ്മളൊന്നുമല്ല നമ്മുടെ ഖുർആനുമായിട്ടുള്ള കണക്ഷൻ അല്ലെ. സുബ്ഹാനല്ലാഹ്, ഒന്നുമല്ല, നമ്മൾ തുടക്കക്കാരാണ്, നമുക്ക് തന്നെ അറിയാം. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോ എന്തായിരിക്കും? അപ്പൊ ആ ഗ്രന്ഥത്തിന് നമുക്ക് തരാൻ ഒരുപാടുണ്ട് അതിന്റെ ഉള്ളില്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, പക്ഷെ നമുക്ക് അതിനകത്തുള്ള വിശ്വാസം എത്രത്തോളം വർദ്ധിപ്പിക്കുന്നോ, അതുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഖുർആനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നോ അത്രത്തോളമാണ് നമുക്ക് അതിന് ഗുണം കിട്ടുക. ഓക്കെ, അപ്പൊ വഹി എന്ന് പറയുന്ന വാക്കിന്, വഹി അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങിയത് നിന്നിട്ടുണ്ട്. പക്ഷെ വഹി എന്നുള്ള വാക്കിന് ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. അത് എന്നെന്നും, അതായത് ഖുർആൻ എന്നെന്നും നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതൊരിക്കലും നിൽക്കൂല. നമുക്ക് ജീവൻ തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് തന്നെയാണത്. അപ്പൊ നമ്മൾ തേടിയാൽ നമുക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്. ഇനി സൂറത്തുൽ ശൂറായിലുള്ള ഒരു ആയത്ത് പറയുന്നുണ്ട്, വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിന, അപ്രകാരം തന്നെ നിനക്ക് നാം നമ്മുടെ കൽപ്പനയാൽ ഒരു ചൈതന്യവത്തായ സന്ദേശം ബോധനം ചെയ്തിരിക്കുന്നു. റൂഹൻ അല്ലെ,
ചൈതന്യവത്ത് എന്ന് പറഞ്ഞാല് ജീവസുറ്റ, ജീവനുള്ളത് എന്നാ പറയുന്നത്. ചൈതന്യവത്ത് എന്നുള്ള ചൈതന്യമുള്ള അർത്ഥം. ഓക്കെ. മാ കുന്ത തദ്രീ മൽ കിതാബു വലൽ ഈമാനു വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന. വേദഗ്രന്ഥമോ സത്യവിശ്വാസമോ എന്തെന്ന് നിനക്കറിയുമായിരുന്നില്ല, പക്ഷെ നാം അതിനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു, അത് മുഖേന നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് വഴി കാണിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ ഈ മുമ്പേ പറഞ്ഞു വെച്ച ആ ഒരു കത്തിജ്വലിക്കുന്ന ഉൽക്കയുടെ പിക്ചർ വരാം. ഓക്കെ. അതിന്റെ ഉള്ളില് ടക്ക് ചെയ്തിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സത്യങ്ങളുണ്ട്. നമ്മൾ കാണാത്ത ആയിബായിട്ടുള്ള ലോകത്തിനെ കുറിച്ചും, ഒപ്പം ദുനിയാവില് ഈ ഭൂമിയിൽ കറക്റ്റ് ആയിട്ട് എല്ലാ ചലഞ്ചിലൂടെയും നമ്മൾ മുന്നോട്ട് നടന്നു നീങ്ങാനുള്ള വളരെ ശരിയായിട്ടുള്ള സേഫ് ആയിട്ടുള്ള വഴികളും ഈ പറഞ്ഞ ഖുർആന്റെ അകത്ത് ഉള്ളിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കത്തിജ്വലിക്കുന്ന ഉൽക്കയുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, അത് കല്ലായി മാറും, പക്ഷെ അതിന്റെ ഉള്ളിൽ അപ്പോഴും ആ ഒരു ഫയർ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഖുർആന്റെ ഉള്ളില് ആ ഒരു ഹീറ്റും ആ ഒരു എനർജിയും ഉണ്ട്. ഓക്കെ. സേഫ് ആയിട്ട് അതിന്റെ ഉള്ളിൽ കുറെ സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ആളുകൾക്ക് പ്രയോജനം ഉൾക്കൊള്ളാവുന്ന രീതിയിൽ. ഓക്കെ. അപ്പം ഇരുട്ടിലൂടെ നടക്കുന്ന നമുക്ക് അതിന്റെ ആ ഒരു വെളിച്ചം ഒരുപാട് പ്രയോജനം, അത് നമ്മൾ നമ്മുടെ ഹൃദയത്തിന് അകത്തേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രകാശം കിട്ടും. സുബ്ഹാനല്ലാഹ്. ഇതിന് ഒരു ഭംഗിയുള്ള ഒരു ഉപമ പറയുന്നുണ്ട്. ഓക്കെ. ആ ഉപമയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിക്കാം. ഫോണിൽ കാണുന്നവർക്ക് നിങ്ങൾ ഫോണ് ലൈക്ക് കുത്തനെ വെക്കുന്നുണ്ടെങ്കിൽ വിലങ്ങനെ വെച്ചിട്ട് കണ്ടു നോക്കാം പരമാവധി. ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അതിനെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് 3 യാത്രക്കാര് മരുഭൂമിയിലൂടെ നടന്നു പോവാണ്. വളരെ ഇരുണ്ട ഒരു രാത്രി. സ്വാഭാവികമായിട്ടും മരുഭൂമി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഊശ്വരമായിട്ട് കിടക്കുന്നതായിരിക്കും. ഇരുട്ട്, ഇതൊരു അവസാനം ഇല്ലാത്ത ഇരുട്ടാന്ന് തോന്നുന്ന പോലെ തോന്നും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇവരിങ്ങനെ 3 പേരും നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഉൽക്ക ഇങ്ങനെ ചക്രവാളത്തിൽ കൂടെ ഇങ്ങനെ വന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നതായിട്ട് തോന്നും. അങ്ങനെ വന്ന് പതിക്കും. അപ്പം ഇവര് ഈ 3 യാത്രക്കാരിലുണ്ടായ 3 വ്യത്യസ്തമായിട്ടുള്ള റെസ്പോൺസസ് ആണ് ഇവിടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ. നിങ്ങൾ പറ്റുമെങ്കിൽ ഫോണ് വിലങ്ങനെ വെച്ചിട്ട് കണ്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. അതിന്റെ കൂടുതൽ ടെക്സ്റ്റ് ഞാൻ വായിക്കാം, ഇനി കാണാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ. ചന്ദ്രപ്രകാശമില്ലാത്ത രാത്രിയിൽ, സോറി ഒരു മിനിറ്റ്. ഓക്കെ. ചന്ദ്രപ്രകാശമില്ലാത്ത രാത്രിയിൽ വിശാലമായ മരുഭൂമിയിൽ വഴിതെറ്റിയ 3 യാത്രക്കാർ. ഭൂമി തരിശാണ്, ഇരുട്ട് അവസാനമില്ലാത്തതുപോലെ തോന്നുന്നു. പെട്ടെന്ന് തിളങ്ങുന്ന ഒരു പ്രകാശം ചക്രവാളം കടന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ആദ്യ യാത്രക്കാരൻ അതിനെ അവഗണിച്ച് ഇരുട്ടിലൂടെ നടന്നു പോകുന്നു. ഇത് ഉപമയാണെന്ന് മനസ്സിൽ വരണേ, എന്തിനാണ് ഉപമിക്കുന്നതെന്ന്. രണ്ടാമൻ പ്രകാശിക്കുന്ന കഷണങ്ങൾ ശേഖരിക്കുകയും അവയുടെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവൻ അവയെ സഞ്ചിയിൽ വെച്ച് പിന്നീട് മറന്നു പോകുന്നു. മൂന്നാമൻ ചിന്തിച്ചു, ഈ പ്രകാശം എന്നിലേക്ക് എത്തിയതിന് ഒരു ലക്ഷ്യമില്ലേ? അവൻ കല്ലുകൾ തമ്മിൽ ഉരച്ചു, ഒരു തീപ്പൊരി തെളിഞ്ഞു. അവൻ വീണ്ടും ശ്രമിച്ചു. തണുത്ത കല്ലുകൾ പ്രകാശിച്ചു. അവയുടെ ചൂടും വെളിച്ചവും അവന്റെ ഹൃദയത്തിലെത്തി. മരുഭൂമി അപ്രത്യക്ഷമായിട്ടില്ല, എങ്കിലും അവർ ഇനി വഴി തെറ്റിയിട്ടുമില്ല. ഹൃദയത്തിലെ പ്രകാശം മുന്നിലുള്ള സുരക്ഷിതമായ വഴി വെളിപ്പെടുത്തി. സഹോദരങ്ങളെ, ഇവിടേക്ക് വരൂ, രക്ഷപ്പെടാനുള്ള വഴി ഞാൻ കണ്ടെത്തിയിരിക്കുന്നു.
നിലത്ത് തെളിഞ്ഞ ഈ പ്രകാശപാത നോക്കൂ. ഇരുട്ടിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നമ്മുടെ പ്രത്യാശ ഇതാണ്. ആദ്യ യാത്രക്കാരൻ ആ വിളി തള്ളിക്കളഞ്ഞു. തനിച്ചായി ഇരുട്ടിലൂടെ അലഞ്ഞു നടന്നു. അഹങ്കാരം കാരണം ഭൂമിയിൽ നിന്ന് രക്ഷിക്കാവുന്ന ഏക മാർഗദർശനത്തെയാണ് അവൻ നിരസിച്ചത്. അള്ളാഹു ആർക്കു പ്രകാശം നൽകുന്നില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. ഖുർആൻ. രണ്ടാമൻ കൂട്ടുകാരന്റെ വിളി വിശ്വസിച്ചു. ഒരാൾ വഴികാട്ടിയായി, മറ്റേയാൾ പിന്നാലെ നടന്നു. വഴികാട്ടിയുടെ ഹൃദയത്തിൽ പ്രകാശമുണ്ടായിരുന്നു. മറ്റേയാൾക്ക് ആ പ്രകാശം സ്വന്തമായി കാണാൻ കഴിഞ്ഞില്ല. അവൻ നിർദ്ദേശങ്ങൾ പിന്തുടർന്നു. എങ്കിലും സ്വന്തം വെളിച്ചമില്ലാത്തതിനാൽ പലപ്പോഴും വഴിതെറ്റി. ഭയവും സംശയവും അവനെ തളർത്തി. എനിക്കും ഈ കല്ലിലെ പ്രകാശം കണ്ടെത്താൻ സഹായിക്കൂ. വഴികാട്ടി ഒരു ജ്വലിക്കുന്ന കല്ല് അവന്റെ കൈകളിലേക്ക് നൽകി. അതിന്റെ ചൂട് സഹിക്കാൻ അവൻ പ്രയാസപ്പെട്ടു. എന്നാൽ വഴികാട്ടി അതിനെ ക്ഷമയോടെ കയ്യിൽ പിടിച്ചു. ദീനിൽ ഉറച്ചു നിൽക്കുന്നത് ചില കാലങ്ങളിൽ തീക്കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെ പ്രയാസകരമായിരിക്കും. ഈ ഉപമയിൽ ഒളിഞ്ഞിരിക്കുന്ന മഹത്തായ ഖുർആനിക ദൃശ്യം തിരിച്ചറിയുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹത്തായ വെളിപാടിനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഖുർആനിലൂടെ മനുഷ്യ ഹൃദയങ്ങൾ വിമോചിതനായി. ധാർമ്മിക ദിശകൾ വീണ്ടും തെളിഞ്ഞു. ഖുർആൻ കൈവശം വെക്കാനുള്ളതല്ല, ഹൃദയത്തെ പ്രകാശിപ്പിച്ച് ജീവിതത്തെ നയിക്കാനുള്ളതാണ്. അപ്പം വീഡിയോ ഓൾമോസ്റ്റ് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്ന് പെട്ടെന്ന് ഇതിലൂടെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു പോയി വിശദീകരിക്കാം. അപ്പൊ നമ്മൾ കണ്ടു ആദ്യത്തെ വ്യക്തി, അതായത് അവരിലേക്ക് പതിച്ച ഈ ഉൽക്കനെ ആദ്യത്തെ വ്യക്തി അതിനെ ഇഗ്നോർ ചെയ്തിട്ട് നടന്നു കളഞ്ഞു അല്ലെ. അയാൾ വിചാരിച്ചു ആ ഭൂമിയില് അങ്ങനെ പലതും നടക്കുന്നുണ്ടല്ലോ അല്ലെ, അതുപോലത്തെ ഒരു ഓർഡിനറി ഇവന്റ് ആണെന്ന് വിചാരിച്ചിട്ട് അയാൾ അങ്ങ് കളഞ്ഞു. മറ്റു രണ്ടുപേരും ഓടിച്ചെന്ന് അതിനെ പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഓക്കെ, അത് ഉൽക്ക പതിക്കുമ്പം അതിങ്ങനെ പീസായിട്ട് ചെതറിയിട്ട് കല്ലുകളായിട്ട് വീഴുക ചെയ്യുക അല്ലെ. അപ്പം അവർ രണ്ടുപേരും അതിന് പെറുക്കാൻ തുടങ്ങി. അപ്പൊ രണ്ടാൾക്കാരും പുറത്തുനിന്ന് കാണുമ്പം രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും രണ്ടുപേരുടെയും ഉദ്ദേശങ്ങൾ വേറെയായിരുന്നു. ശരിക്കും നമ്മള് ഖുർആനുമായിട്ടുള്ള ബന്ധങ്ങളും നമ്മളിങ്ങനെ പുറമേന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു ചിന്തിച്ചു നോക്കാം മനസ്സിൽ. ഓക്കെ, അപ്പം ഈ രണ്ടുപേരും ഈ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. പക്ഷെ അവര് മനസ്സിനകത്തുള്ള ഉദ്ദേശം വേറെയായിരുന്നു. രണ്ടാമത്തെ വ്യക്തി ഇതിനെക്കുറിച്ചുള്ള ഇതിന്റെ കളറും ഇതിന്റെ ഷേപ്പും ഇതിന്റെ ഭംഗിയും ടെക്സ്ചറും അതിനൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് പെറുക്കിയെടുത്തത്. ഓക്കെ, അപ്പം പിന്നെ ഇയാൾ വിചാരിച്ചു ഞാൻ ഈ ഒറ്റയ്ക്കുള്ള ഇരുട്ടത്തുള്ള യാത്രയല്ലേ, അതിൽ ബോറടിക്കുമ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കയ്യിൽ ഉണ്ടാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾ അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് ബാഗിൽ ഇടുകയും അയാളെ കൈ സഞ്ചിയിൽ ഇടുകയും ചെയ്തു. അയാൾ അതിനെ അങ്ങ് മറന്നുപോയി. എന്നാൽ മൂന്നാമത്തെ ആള് ഇതിനെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നോക്കിയത്. അയാൾ വിശ്വസിച്ചു ഭൂമിയിൽ ഇപ്പം ഒന്നും അല്ലെ, ഒന്നും അങ്ങനെ ആക്സിഡന്റൽ ആയിട്ടും മീനിങ്ലെസ് ആയിട്ടും ഒന്നും അല്ല സംഭവിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഇതിലേ നടന്നു പോകുമ്പോൾ വന്ന് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഓക്കെ, അപ്പം ഇയാൾ ഇതിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ രണ്ട് കല്ലുകൾ എടുത്ത് തമ്മിലൊന്ന് ഉരയ്ക്കാൻ തോന്നി. എന്തോ ഒരു കഥ ഇതിനകത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അപ്പം ഒന്ന് ഉരച്ചപ്പം അതിൽ നിന്ന് ചെറിയൊരു സ്പാർക്ക് വന്നു. സുബ്ഹാനല്ലാഹ്.
അപ്പൊ അയാൾ പിന്നെ നല്ലപോലെ ഒന്ന് അമർത്തി ഉരയ്ക്കാൻ തുടങ്ങി. അപ്പൊ നല്ല ചൂടാവാനും തുടങ്ങി. അതിങ്ങനെ ജ്വലിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. പക്ഷെ അത് ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു ഉൽക്ക വന്ന് പതിച്ചിട്ട് അതെടുത്ത് ഉരയ്ക്കുമ്പം അതിന്റെ ചൂട് എന്തായിരിക്കും? അതിൽ നിന്നൊരു വെളിച്ചം വരുന്നുണ്ടെങ്കിൽ പോലും ആ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര പ്രയാസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലെ? ചൂടുകല്ല് കൈ ഇട്ട് ഉരയ്ക്കാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ഇന്റൻസ് ആയിട്ടുള്ള, പക്ഷെ തീവ്രമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു അത് അയാൾക്ക്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അയാൾ ക്ഷമയോടുകൂടി, ഇതിനകത്ത് എന്തോ കാര്യം ഉണ്ടെന്ന് വിശ്വസിച്ച് ക്ഷമയോടുകൂടി അയാൾ കണ്ടിന്യൂ ചെയ്തു ഈ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. പിന്നെ അയാൾക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ അത്ഭുതകരമായിട്ട് ചിലത് നടന്നു. എന്ന് വെച്ചാൽ ഈ തണുത്ത റഫായിട്ടുള്ള ഈ കല്ലുകള് പെട്ടെന്ന് വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അതിന്റെ വെളിച്ചം അയാളുടെ ഹൃദയത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ആദ്യം മൊത്തം ഇരുട്ടായിരുന്നു അവരിലെ. അവര് അവസാനിക്കാത്ത ഇരുട്ടുള്ള ഒരു മരുഭൂമിയിലൂടെ നടന്നുകൊണ്ടിരുന്ന അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെളിച്ചം ഉണ്ടാവുക. ആൻഡ് ആ ഒരു വെളിച്ചം എന്ന് പറഞ്ഞാൽ സ്വന്തം ഹൃദയത്തിലേക്ക് പ്രകാശിക്കാനൊക്കെ തുടങ്ങാന്ന് പറയുമ്പം മനസ്സിലായി. ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ ഈ വെളിച്ചം വരുന്നത് കല്ലിൽ നിന്നല്ല, എന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ, എന്റെ ഹൃദയം തന്നെ ഈ ലൈറ്റിന്റെ സോഴ്സ് ആയിട്ട് മാറി എന്ന് അയാൾക്ക് മനസ്സിലായി. സുബ്ഹാനല്ലാഹ്, അല്ലെ? ആൻഡ് ഈ വെളിച്ചം ഇങ്ങനെ പരന്ന് പരന്ന് ആകാശത്തിന് മേലെയുള്ള ലോകത്തിനെ ആയിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ആ വെളിച്ചം അവിടെ നിന്നല്ലേ വരുന്നത്. അപ്പം നാച്ചുറലി ആ വെളിച്ചം അങ്ങോട്ടേക്ക് കണക്റ്റഡ് ആവും, അല്ലെ? ആൻഡ് അയാൾക്ക് മനസ്സിലായി, ഇനി ഞാൻ ഇരുട്ടിലല്ല. സുബ്ഹാനല്ലാഹ്. ഈ വെളിച്ചം കൊണ്ട് അയാൾക്ക് ആകാശത്തിലേക്ക്, ലൈക്ക് അതിന്റെ മേലെ സ്വർഗത്തിലേക്കുള്ള ആ ഒരു വെളിച്ചവും കിട്ടി. പ്ലസ് ഈ മരുഭൂമിയിലൂടെ വളരെ പ്രയാസമേറിയ യാത്രയിൽ സേഫ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള വഴിയും കിട്ടി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഖുർആൻ എന്ന് പറയുന്നത് ഈ ഒരു മെറ്റിയോർ, ലൈക്ക് ഈ ഒരു ഉൽക്ക പോലെയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ? ഖുർആൻ എന്നെന്നും ജീവിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫ്ലെയിം, ആ ഒരു ഫയർ എപ്പോഴും ഉണ്ട്. എപ്പോഴും ഹിദായത്ത് നൽകുന്നതാണ്. അതിന്റെ ട്രഷേഴ്സ് വെറുതെ വായിച്ചു പോകുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതല്ല. ഓക്കെ, മൈൻഡ് ആക്കാത്തവർക്ക് എന്തായാലും കിട്ടൂല. രണ്ടാമത്തെ ആൾ അതിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി എടുത്ത ആൾക്കും കിട്ടിയിട്ടില്ല, അല്ലെ? അപ്പം വെറുതെ കാഷ്വൽ ആയിട്ട് പാസ് ചെയ്യുന്നവർക്ക് കിട്ടാനുള്ളതല്ല. അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഡീപ്പായിട്ടുള്ള മെസ്സേജസ്, അതിന് നമ്മൾക്ക് ആത്മാർത്ഥത വേണം. ഖുർആനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധം വേണം, ക്ഷമ വേണം, എഫേർട്ട് വേണം. കാരണം ഇയാള് ഈ കല്ല് ഉരച്ച് അതിന്റെ ചൂട് അയാളിലേക്ക് വന്നപ്പോൾ അയാൾ വീണ്ടും ക്ഷമയോടുകൂടി ഉരച്ചത് കൊണ്ടാണ്, അല്ലെ? അത് ഉരയ്ക്കാൻ തുടങ്ങി, അതിന് ചൂടും വന്നു. അയാൾ അപ്പൊ തന്നെ അത് താഴെ ഇട്ടിരുന്നെങ്കിൽ അയാൾക്ക് അതിന്റെ ഫെർദർ ഗുണങ്ങൾ കിട്ടൂലായിരുന്നു. നാച്ചുറലി ഖുർആനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, അത് ഏത് ലെവലിൽ കണക്ട് ചെയ്യുമ്പോഴും ആ ചൂട് നമ്മൾ അനുഭവിച്ചു തുടങ്ങും, അല്ലെ? എങ്ങനെ നമ്മൾ ഖുർആനുമായിട്ട് ഏതൊക്കെ ലെവലിൽ, അത് പഠിക്കുന്ന ലെവലിലും പഠിപ്പിക്കുന്ന ലെവലിലും, ഈവൻ തജ്വീദ് ആണെങ്കിലും ഹെഫ്ള് ആണെങ്കിലും തഫ്സീർ ആണെങ്കിലും തദബ്ബുർ ആണെങ്കിലും, ഏത് ലെവലിൽ നമ്മൾ അതിന്റെ ലെവലുകൾക്ക് അനുസരിച്ച് നമുക്ക് അതിന്റെ ചൂട് അറിയും, അല്ലെ? ആ ചൂട് അറിയുമ്പോൾ തന്നെ എനിക്കിത് പറ്റൂല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ അതിന്റെ ഫർദർ ഗുണങ്ങൾ നമുക്ക് കിട്ടൂല. പക്ഷെ അത് ക്ഷമയോടുകൂടി നമ്മൾ വീണ്ടും വീണ്ടും അതിനകത്ത് എഫേർട്ട് ഇടുമ്പം സുബ്ഹാനല്ലാഹ്, ഈ പറഞ്ഞ അതിന്റെ ഓരോ ലെവലിലും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇയാൾ ഈ ക്ഷമയോടുകൂടി എഫേർട്ടോടുകൂടി ഇത് എടുക്കാൻ തുടങ്ങിയപ്പം ഇയാൾക്ക് ഇതിന്റെ ആ ഒരു ചൂടിനോടൊപ്പം തന്നെ വെളിച്ചം കിട്ടി തുടങ്ങി, അല്ലെ? ആ പ്രയാസത്തോടൊപ്പം തന്നെ ഭയങ്കര, ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത, അയാൾക്ക് അപ്പം ഏറ്റവും ആവശ്യമായിരുന്ന കാര്യം വെളിച്ചം അയാൾക്ക് അപ്പൊ കിട്ടി തുടങ്ങി. അപ്പൊ അയാളുടെ സുഹൃത്തുക്കളെ വിളിക്കും, നിങ്ങൾ ഓടിവായോ, നമുക്ക് പുറത്തേക്കുള്ള വഴി കിട്ടിയിട്ടുണ്ടാവും, നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഓക്കെ? ഈ ഇരുട്ടിലൂടെ നമ്മളെ വഴി ഇതാണെന്ന്. പക്ഷെ ആദ്യത്തെ മനുഷ്യൻ അപ്പോഴത്തെ പോലെ വീണ്ടും റിജക്ട് ചെയ്തു. ഓക്കെ, ഇവൻ എന്തോ, അല്ലെ? സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഒരു പക്ഷെ ഫേസ് ചെയ്തിട്ടുള്ള കാര്യം, അവൻ എന്തോ ഹാലൂസിനേഷൻ ആണ്, എന്തൊക്കെയോ കാര്യങ്ങൾ പറയാ, കണ്ട അതും ഇതും ഒക്കെ വെച്ചും പേയും പറയാന്ന് പറയും, അല്ലെ? എന്നിട്ട് അയാളുടെ പാട്ടിന് ഇരുട്ടിൽ അങ്ങനെ നടക്കാൻ തുടങ്ങി. അയാളുടെ അഹങ്കാരം കാരണം അയാൾക്ക് രക്ഷപ്പെടാനുണ്ടായിരുന്ന ഏക വഴി അയാൾ നഷ്ടപ്പെടുത്തി. വമൻ ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. ഇനി രണ്ടാമത്തെ മനുഷ്യൻ, അയാൾ ബാഗിൽ കുറച്ച് സംഭവങ്ങൾ പെറുക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? പക്ഷെ അയാൾക്ക് അതിന്റെ വെളിച്ചമൊന്നും കിട്ടിയിട്ടില്ല. അയാൾ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇട്ടതാണ്. അപ്പം ഈ മൂന്നാമത്തെ ആള് വിളിച്ചപ്പം അവനിൽ കുറച്ച് വിശ്വാസം കൊടുത്തിട്ട് അവന്റെ പിന്നാലെ അങ്ങനെ പോവാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇനിയിപ്പം രണ്ടാള് ബാക്കിയുണ്ട്, അല്ലെ? ഒരാൾക്ക് സ്വന്തമായിട്ട് വെളിച്ചം, കാരണം അയാൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന വെളിച്ചമായി മാറിയത്. അപ്പം അയാൾക്ക് അത് കണ്ടിട്ട് സ്വന്തം യാത്ര ചെയ്യാൻ പറ്റും. മറ്റേ ആള് ഇയാളിൽ വിശ്വസിച്ചിട്ട് അയാളെ പിന്നാലെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം
ആദ്യത്തെ ആൾ അള്ളാഹു ഹൃദയത്തിൽ വെച്ചു കൊടുത്ത വെളിച്ചം, രണ്ടാമത്തെ ആള് അയാളുടെ ഫ്രണ്ടിനെ വിശ്വസിച്ചുകൊണ്ട് പോവാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ രണ്ടാമത്തെ ആൾക്ക് എന്താണ്, സ്വന്തമായിട്ട് വെളിച്ചം ഇല്ലാത്തത് കൊണ്ട് അയാൾക്ക് കുറച്ച് പ്രയാസമായിരുന്നു യാത്ര, അല്ലെ? അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളെ ഖുർആനുമായിട്ട് ശരിക്കും ക്ലോസ് ആയിട്ടുള്ള കണക്ഷൻ ഇല്ലാണ്ട്, തദബ്ബുർ അല്ലാണ്ട് ഖുർആനിൽ നിന്നുള്ള ആ വെളിച്ചം പൊറുക്കിയെടുക്കാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെ യാത്ര ശരിക്കും പ്രയാസം തന്നെയായിരിക്കും. എപ്പോഴും നമുക്ക് വെളിച്ചം അടിച്ചു തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വേണം. നമ്മളിപ്പോഴും നമ്മളെ വെളിച്ചത്തിന് വേണ്ടി ഏതെങ്കിലും ലെവലിൽ മറ്റുള്ളവരെ സമീപിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ, നമ്മളുടെ വീട്ടിനകത്ത് ആ ഒരു ഉള്ളില് ഫയറുള്ള ഉൽക്ക സ്റ്റോണ് നല്ല ഭംഗിയായിട്ട് അലമാരിയിൽ വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും അത് അന്വേഷിച്ച് പോകുന്നവരാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. പക്ഷെ നമ്മളെ കയ്യിൽ ആ സംഭവം ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് വെളിച്ചം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ യാത്ര ഭയങ്കര ഈസി ആയിരിക്കും. അത്രയും ഈസി ആയിട്ടുള്ള യാത്ര നമ്മളൊക്കെ വീടുകളിൽ ഉണ്ടായിട്ടും നമ്മളെപ്പോഴും എല്ലാരെയും പിന്നാലെ നമ്മളെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ എന്തൊരു നഷ്ടക്കാരായിരിക്കും നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പം ഈ പിന്നാലെ നടന്ന സുഹൃത്ത്, സുബ്ഹാനല്ലാഹ്, അയാളുടെ യാത്ര, അയാൾക്ക് സ്വന്തമായിട്ട് വെളിച്ചം കിട്ടാത്തതിനാൽ ഇടക്കിടക്ക് സ്ലോ ആയി പോവും, ഇടക്ക് വഴിയിൽ നിന്നും മാറിപ്പോവും, ഇടക്ക് എവിടെയെങ്കിലും തട്ടി വീണു പോവും, ഇടക്ക് പേടിക്കും. സുബ്ഹാനല്ലാഹ്. അവസാനം രക്ഷയില്ലാണ്ടായപ്പോ ഇയാള് ഈ മുന്നിൽ നടന്ന സ്വന്തമായിട്ട് വിളിച്ചുള്ള സുഹൃത്തിന്റെ അടുത്ത് പറയും, നീ എന്നെ ഒന്ന് സഹായിക്കും, നീ എങ്ങനെയാണ് ഈ സ്റ്റോണിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ലൈറ്റ് നീ എങ്ങനെയാ കണ്ടത്, എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയും. ഓക്കെ. അങ്ങനെ ഈ ഫ്രണ്ടിന് മനസ്സിലാവും ഇത് വെറുതെ പറഞ്ഞു കൊടുത്താലൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അയാൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇയാള് ഈ കയ്യിലുള്ള ഈ ചൂടുള്ള കല്ലൊന്ന് ഈ ഫ്രണ്ടിന്റെ കയ്യിൽ വെച്ചു കൊടുക്കും. അതായത് സ്വന്തമായിട്ട് വിളിച്ചുള്ള ആള് മറ്റേ ആളെ കയ്യിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വെച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ചൂടായിരിക്കും അല്ലെ? പെട്ടെന്ന് തന്നെ അത് തിരിച്ച് ഇയാളുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അത് സ്വന്തമായിട്ട് വിളിച്ചുള്ള ആള് ക്ഷമയോടുകൂടി അത് കയ്യിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വചനം ഓർമ്മിപ്പിക്കും. പ്രയാസമുള്ള സമയങ്ങളിൽ അല്ലെ, ദീനിൽ ഉറച്ചു നിൽക്കുക, സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ചൂടുള്ള അല്ലെ കൽക്കരി ബേണിംഗ് കോള് കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം നമ്മളുടെ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ ഈ ഒരു എക്സാമ്പിൾ എത്രത്തോളം കണക്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ വ്യക്തി സുബ്ഹാനല്ലാഹ് ഇതിനെങ്കിലും ഇഗ്നോർ ചെയ്തിട്ട് ഒരു ഹിദായത്തും ഇല്ലാതെ, ഒരു ലക്ഷ്യം ഇല്ലാതെ ഇങ്ങനെ തോന്നിയ പോലെ ആരാണോ എന്താണോ പറയുന്നത്, എന്താണോ കാണിക്കുന്നത് അതിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ദുനിയാവ് എന്താണോ കാണിക്കുന്നത് അതിലോട്ട്. രണ്ടാമത്തെ വ്യക്തിക്ക് കയ്യിൽ ഖുർആനുണ്ട്, അതിന് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ പലരും അതിനകത്ത് പെട്ടതായിരിക്കും. പക്ഷെ ഇപ്പോഴും അതിന്റെ ആ ഒരു ഡീപ്പ് എക്സ്പീരിയൻസ്, ആ ഒരു സുഖം, ആ ഒരു യഥാർത്ഥ ഹിദായത്ത് കിട്ടിയിട്ടില്ലാത്ത ആളുകളാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം മറ്റുള്ളവർ, ആ ഒരു വെളിച്ചം കിട്ടിയവരെന്താണോ പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇടക്ക് ഇരുട്ടിലായി, ഇടക്ക് പേടിയിലായി, ഇടക്ക് കാല് തട്ടി വീണ് എഴുന്നേറ്റ് അങ്ങനെ പോകുന്നവരാണ്. എന്നാൽ തേർഡ് പേഴ്സൺ ഖുർആനുമായിട്ട് വളരെ ഡീപ്പായിട്ട് എൻഗേജ് ചെയ്യുന്ന ആളാണ് അല്ലെ? അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി, അങ്ങേയറ്റം ക്ഷമയോടുകൂടി, ചിന്തയോടുകൂടി, പ്രവർത്തനത്തോടുകൂടി. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങളാണോ? ഇതിനൊക്കെ എന്തെങ്കിലും വലിയ ക്വാളിഫിക്കേഷൻ വേണോ? ആത്മാർത്ഥത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പണക്കാരനാവണോ? ക്ഷമ ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റ് വേണോ? ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും എന്താണ് ഗ്രൂപ്പിന്റെ മേധാവിയാവണോ? പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അനുവാദമാണോ? ഇതൊക്കെ ഏത് മനുഷ്യനും ഉണ്ടാക്കാവുന്ന കാര്യങ്ങളുള്ളൂ അല്ലെ? ആത്മാർത്ഥത, ക്ഷമ, ചിന്ത, പ്രവർത്തനം എന്നുള്ളത് ഇത് നാലും വെച്ച് ഖുർആനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ്, അതായത് ഏതുവരെ ആ ഒരു വെളിച്ചം, ഖുർആന്റെ ഹിദായത്ത് സ്വന്തം ഹൃദയത്തിൽ നിന്നുള്ള വെളിച്ചമാകുന്നത് വരെ ഈ കാര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചാൽ. പക്ഷേ നമുക്ക് എപ്പോഴും പരാതി പറയാനേ നേരുള്ളൂ അല്ലെ? എനിക്കത് കിട്ടുന്നില്ല, എനിക്കിത് കിട്ടുന്നില്ല. ആരും ശ്രമിക്കാൻ തയ്യാറില്ല. ശ്രമിക്കാൻ വേണ്ടി എന്തൊക്കെ അവസരങ്ങൾ ഒരുക്കി കൊടുത്താലും തയ്യാറില്ല. എന്തുകൊണ്ടാ തയ്യാറില്ലാത്തതെന്നറിയോ? ആദ്യം പറഞ്ഞ ആ സംഭവം മിസ്സായെന്നുകൊണ്ട്. വിശ്വാസം. ഇത് റബ്ബ് എനിക്ക് ഇറക്കിയിട്ടുള്ളത് ഇന്നതിന് വേണ്ടിയിട്ടാണ്, അത് നടക്കും എന്നുള്ള വിശ്വാസമില്ലായ്മ. അന്നത്തെ വളരെ മോശപ്പെട്ട സമൂഹത്തിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഖുർആനാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് എന്നെ കൊണ്ടുവന്നുകൂടാന്നുള്ള ചിന്തിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? അതിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു വെളിച്ചം സ്വന്തം ആവുന്നത് വരെ ആത്മാർത്ഥതയോടുകൂടി, ക്ഷമയോടുകൂടി, ചിന്തയോടുകൂടി, പ്രവർത്തനത്തോട്. കാരണം പ്രവർത്തനം വേണം കേട്ടോ, ചിന്ത മാത്രം ഉള്ളത് കൊണ്ടായില്ല. ഖുർആൻ മനസ്സിലാവുന്നതും ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മളെ പ്രവർത്തനത്തിലേക്ക്, ഈ ചൂടുള്ള കൽക്കരി പിടിക്കുന്നത് അപ്പോഴാണ്.
പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് അത് ശരിക്കും പ്രേതാവുന്നത്. കാരണം ചിന്തിക്കുന്നത് വരെ ആരും നമ്മളെ തടയൊന്നുമില്ല. അത് നമ്മുടെ ഒക്കെ നമ്മളെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആത്മാർത്ഥതയും ക്ഷമയും ചിന്തയൊക്കെ ഒരു പരിധിവരെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യം. പക്ഷെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പം അത് ശരിക്കും ചൂടുള്ള കൽക്കരിയായി മാറും. കാരണം പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആ ചൂട് സഹിച്ചിട്ടും നമ്മൾ അതിന്റെ ലൈറ്റ് നമ്മളെ ഉള്ളിലേക്ക് എത്തുമ്പം പിന്നെ ഈ ചൂടൊന്നും ഒരു ചൂടല്ലാണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഈ ഒരു സംഭവം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആ ഒരു മിഷനെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഖുർആൻ റിസീവ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തു. ഖുർആന്റെ വഹി റിസീവ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ വഹിയിലൂടെ ഒരു ജനതയെ തന്നെ അല്ലെ ആത്മീയമായ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ഹൃദയങ്ങളെ ഫ്രീ ആക്കി, അവരുടെ സ്വഭാവത്തിനെ ട്രാൻസ്ഫോം ചെയ്തു, അവരുടെ മോറൽ സൈഡിനെ ട്രാൻസ്ഫോം ചെയ്തു. എന്ത് മോശപ്പെട്ട മൊറാലിറ്റി ആയിരുന്നു അന്നത്തത് അല്ലെ. വ്യഭിചാരവും കള്ളും എന്താണ് ഇത് ചൂതാട്ടവും അല്ലെ, തമ്മിത്തല്ലും ഭയങ്കര പ്രശ്നമുള്ള ഒരു സമൂഹത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. എന്നിട്ട് അവരുടെ മൊറാലിറ്റി എത്ര ഭംഗിയാക്കി മാറ്റി. ഓക്കെ, അപ്പം വെറുതെ ഖുർആൻ കൊണ്ട് നടക്കുക എന്നുള്ളതല്ല, ഖുർആനെ നമ്മളുടെ ഉള്ളിലെ വെളിച്ചമാകാൻ നമ്മൾ അനുവദിക്കണം, എങ്കിലേ അത് നടക്കുള്ളൂ. നമ്മൾ അനുവദിക്കണം. നമുക്ക് ഈ പറഞ്ഞ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, ക്ഷമയുണ്ടായിരിക്കണം, ചിന്തയുണ്ടായിരിക്കണം, പ്രവർത്തനം ഉണ്ടായിരിക്കണം. ഇതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ ഇത്രയും മഹത്തായ ഒരു കാര്യം നമ്മളെ കയ്യിൽ കിട്ടും. സുബ്ഹാനല്ലാഹ്. ഒരു പൈസയും കൊടുത്താൽ കിട്ടാത്ത, ഒരാൾക്കും പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു കാര്യം നമുക്ക് കിട്ടും. എന്നാൽ ഈ പറഞ്ഞ ഒരു ക്വാളിറ്റിക്കും നമ്മൾ ഒന്നും കൊടുക്കണ്ട, ആത്മാർത്ഥതയ്ക്ക് നമ്മൾ ഒന്നും കൊടുക്കണ്ട. പക്ഷെ അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ എവിടുന്നാ ഉണ്ടാവുക? വിശ്വാസത്തിൽ നിന്ന് അല്ലെ. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഇതിൽ ഇന്നത് നടക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ട്. നമ്മൾ അത് ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നടക്ക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ നജ്മിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ. വൻ നജ്മി ഇദാ ഹവാ, നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. മാ ضل സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരനായ പ്രവാചകന് വഴി തെറ്റിയിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ, അദ്ദേഹം തന്റെ ഇഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അത് അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമായി നൽകപ്പെട്ടത് മാത്രമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അതേ സന്ദേശം നമ്മളിലേക്കും എത്തിയിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെ ആ ഒരു ജനതയെ മാറ്റിയോ അതുപോലെ നമ്മൾക്കും അതേ സന്ദേശം വന്നിട്ടുണ്ട്. നമുക്കും മാറാം, നമ്മളുടെ ചുറ്റുപാടുള്ള ജനതയെയും അതിനെ മാറ്റാൻ പറ്റും. അത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അല്ലെ, നമുക്ക് സ്വയം നമ്മുടെ ഉള്ളിൽ സ്വയം ആ വെളിച്ചുണ്ടായാൽ ഈ ഒരു മരുഭൂമിയിലെ യാത്രക്കാരിലെ മൂന്നാമത്തെ ആളെ പോലെ നമ്മളെ വെളിച്ചം കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരിലേക്കും ആ വെളിച്ചം എത്തിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനുള്ള വിശ്വാസമൊന്നും ഇല്ല അല്ലെ. അതിനിറങ്ങി പുറപ്പെടാനുള്ള വിശ്വാസം നമുക്ക് ഖുർആനിലില്ല. നമ്മളെ വിശ്വാസം മുഴുവൻ നമ്മളില്ല. എനിക്ക് ആ കഴിവില്ല, അതുകൊണ്ട് ഞാനില്ല. ഖുർആനിലുള്ള വിശ്വാസത്തിന് മേലല്ലല്ലോ നമ്മള്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം സൂറത്ത് അൻആമിലെ 104-ാമത്തെ ആയത്തിൽ പറയുന്നു, ഖദ് ജാഅകും ബസായിറു മിൻ റബ്ബികും ഫമൻ അബ്സറ ഫലിനഫ്സിഹി വമൻ അമിയ ഫഅലൈഹ വമാ അന അലൈക്കും ബിഹഫീദ്, നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്കിതാ ഉൾക്കാഴ്ച തരുന്ന തെളിവുകൾ വന്നെത്തിയിരിക്കുന്നു. ആരെങ്കിലും അത് കണ്ടറിയുന്നുവെങ്കിൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. ആരെങ്കിലും അന്ധത നടിച്ചാൽ അതിന്റെ ദോഷവും അവന് തന്നെ. ഞാൻ നിങ്ങളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തവനൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്. ഈ വാക്കുകൾക്ക് ശരിക്കും ഇപ്പം വിശദീകരണം അർഹിക്കുന്നേ ഇല്ല അല്ലെ. അത് കണ്ടറിഞ്ഞ് അതിനകത്ത് ഉൾക്കാഴ്ച തരുന്ന തെളിവുകളുണ്ട്. കണ്ടറിഞ്ഞ അതിന്റെ ഗുണം അവന് തന്നെയാണ്, അന്ധത നടിച്ച അതിന്റെ ദോഷം അവന് തന്നെ. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര മാത്രമായിരിക്കും നമ്മൾ ഈ ദുനിയാവില് മുങ്ങിയിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. കാരണം ദുനിയാവായിരിക്കണമല്ലോ നമ്മളെ ഇതിൽ നിന്നൊക്കെ ഇത്രയും ഗുണമുള്ള കാര്യത്തിൽ നിന്ന് നമ്മളെ തിരിച്ചു നിർത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഈ വഹ്യായിട്ട് ഇറങ്ങി വന്ന ഖുർആന്റെ യാഥാർത്ഥ്യം. അത് നമ്മൾ കാണാത്ത ഗൈബായ ഒരു ലോകത്ത് നിന്ന് വന്നിട്ട് ഈ ലോകത്തിലെ ഈ ലോകത്തിന്റെ യഥാർത്ഥ നേച്ചറും ഇവിടുത്തെ വളരെ എന്താ പറയാ ക്ഷണികമായ ജീവിതവും എങ്ങനെ ജീവിച്ചു തീർക്കണം നമുക്ക് കാണിച്ചു തരാണ്. സുബ്ഹാനല്ലാഹ്. ക്ഷമയുള്ള ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് അതിന്റെ വെളിച്ചവും കിട്ടും, ഹിദായത്തും കിട്ടും. അതിലെ സത്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും, അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനും പറ്റും. സുബ്ഹാനല്ലാഹ്. അവരുടെ ഹൃദയത്തിനകത്തുള്ള കണ്ണ്,
ഓക്കെ, നമ്മളെ മറ്റേ കണ്ണ്, പുറത്തുള്ള കണ്ണല്ല, ഹൃദയത്തിനകത്തുള്ള കണ്ണുകൊണ്ട് അവർക്ക് മനസ്സിലാകും. ഖുർആൻ വളരെ ഉയർന്ന ഒരു സ്രോതസ്സിൽ നിന്ന്, അല്ലെ, ലൗഹൽ മഹ്ഫൂദിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവുന്നവർക്ക് മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്, അതവർക്ക് മനസ്സിലാവും. ഈ ദുനിയാവിയായ യാത്ര, ഇതിൽ നിന്ന് ഇത്രയും വിശേഷപ്പെട്ട ഖുർആനിൽ നിന്ന് നമ്മളെ തിരിച്ചു നിർത്തുന്ന എന്തെന്നെയാണെങ്കിലും അത് പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. ഓക്കെ, എന്നെന്നും നിലനിൽക്കുന്നത് ആഖിറം മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഖുർആനുമായിട്ട് മുറുകെ പിടിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരായിരിക്കും, അല്ലെ? അതിന്റെ ഹിദായത്ത് ഫോളോ ചെയ്യേണ്ട രീതിയിൽ ഫോളോ ചെയ്യുന്നവര്, അതിന്റെ ആയത്തുകളിലൂടെ ആ വെളിച്ചം കൊണ്ട് നടക്കുന്നവര് എത്ര ഭാഗ്യവാന്മാരായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ഒന്ന് ആ ഒരു ഉൽക്കാപതനം, ആകാശത്ത് നിന്ന് വരുന്ന ആ ഒരു ഉൽക്ക വീഴുന്നതിലേക്ക് ഒന്ന് നോക്കുക. അതായത് ഖുർആനിൽ നിന്ന് വരുന്ന ആ വെളിച്ചവും ഹിദായത്തും അതിപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അതിലേക്ക് മുറുകെ പിടിക്കാം, എന്നിട്ട് യഥാർത്ഥ വിജയത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാം. സൂറ ആലിമ്രാനിൽ നമ്മളടുത്ത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. ഇത് പാരായണം ചെയ്യാതെ ഒരുപക്ഷെ നമ്മുടെ ദിവസങ്ങൾ തുടങ്ങുന്നേ ഇല്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. അപ്പൊ ഖുർആനുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ്, ക്ഷമയോട് കൂടിയിട്ടുള്ള, ഓക്കെ, എന്നിട്ട് വീണ്ടും വീണ്ടും കണക്ട് ചെയ്യുക. മുമ്പ് കണക്ട് ചെയ്തതിനേക്കാളും ഡീപ്പായിട്ട് അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഖുർആന്റെ ക്ലോസ് കമ്പാനിയൻ, അടുത്ത സുഹൃത്തുക്കളായി മാറും. ഓക്കെ, രാത്രിയില് അതിന്റെ വചനങ്ങളിലെ കംഫർട്ട് ആസ്വദിക്കുക, പകലില് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ ജീവിക്കുക. സുബ്ഹാനല്ലാഹ്, എന്ത് ഭംഗിയായിരിക്കും ജീവിതം, അല്ലെ? പക്ഷെ നമ്മളൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല. അവിടേക്ക് എത്താനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. അപ്പം ക്ഷമിക്കുക. ഓക്കെ, അതില് ആ ഒരു എഫേർട്ടില് ക്ഷമയോടുകൂടി അതില് ആ വഴിക്ക് നമുക്ക് വരുന്ന ചലഞ്ചസ് ഉണ്ടാവും, ഒരുപാട് പ്രയാസങ്ങൾ വരും. ഓക്കെ, ആൻഡ് അത് നമ്മൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പം ഒരുപാട് പ്രയാസങ്ങൾ വരും. സുബ്ഹാനല്ലാഹ്. അപ്പം അതിൽ ക്ഷമ കാണിക്കുക, ക്ഷമയിൽ മികവ് കാണിക്കുക. ഓക്കെ, ഖുർആന് നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന പോലെ വേറെ ഒന്നിനും നമ്മളെ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളൊക്കെ പലതിന്റെയും പിന്നാലെ ഓടുന്ന ആൾക്കാരായിരിക്കും. നമ്മളെ സൊല്യൂഷൻസിന് വേണ്ടി ഒരുപാട് നാടുകളിലും ഒരുപാട് ആളുകളുടെ അടുത്തും അലയുന്നുണ്ടാവും. പക്ഷെ ഖുർആനിന് നമുക്ക് നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പോലെ വേറെ ഒന്നിനും കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളെ ഹൃദയത്തിനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് പോലെ വേറെ ഒന്നിനും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ആ ഖുർആനിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാവും, ഇങ്ങനെ അള്ളാഹുവിന്റെ സ്നേഹത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം രണ്ട് പോയിന്റ്സ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ഖുർആൻ എന്താണ്? എറ്റേണൽ ആണ്, എന്നേക്കുള്ളതാണ്. അതിനെന്നും ജീവന്റെ തുടിപ്പുണ്ട്. ഓക്കെ, പക്ഷെ അതിങ്ങനെ വെറുതെ പാസ് ചെയ്യുന്ന ഒരാൾക്കും അതിന്റെ രഹസ്യങ്ങൾ കൊടുക്കൂല. അത് എന്ത് വേണം? അതിന് എന്ത് വേണം? ആത്മാർത്ഥത വേണം, കമ്പാനിയൻഷിപ്പ് വേണം, അതുമായിട്ട് ഫ്രണ്ട് ആവണം, നമ്മൾ എഫേർട്ട് വേണം. സുബ്ഹാനല്ലാഹ്, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഖുർആൻ എന്ന് പറയുന്നത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തത് കൊണ്ട് തീർന്നു പോയിട്ടുള്ള ഒരു കാര്യമല്ല. വഹി എന്ന് പറഞ്ഞ വാക്കിന് ഖുർആൻ എന്നെന്നും റിവീൽ ചെയ്യുന്നത്, എന്നെന്നും നമുക്ക് തുറന്നു കാണിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥം കൂടെയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ എല്ലാരും ഇങ്ങനെ ക്ലാസ് ഒക്കെ കേട്ട് ബോറടിച്ചിരിക്കും. ഒരു ചെറിയ പണി തരാം ഇൻഷാ അല്ലാഹ്. ഞാൻ ചാറ്റിൽ ഒരു ലിങ്ക് ഇടുന്നുണ്ട്, പറ്റുന്നവരൊക്കെ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനകത്തൊരു പോൾ ഉണ്ടാവും, അത് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ക്വസ്റ്റ്യൻ വായിക്കുക, നിങ്ങൾ ആൻസറിൽ ക്ലിക്ക് ചെയ്യുക, താഴെ വോട്ടിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. ഈ വോട്ട് കിട്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ളതല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത്രയും കേട്ടത് വെച്ചിട്ട് ഒന്ന് ഇത് കേട്ട് മറന്നു പോകാനുള്ളതല്ല, ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി മാത്രം. സുബ്ഹാനല്ലാഹ്. വോട്ട് എല്ലാവരും കണ്ടല്ലോ, അല്ലെ? ഖുർആന്റെ മാർഗദർശനം തേടുന്നതിൽ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ, കുറെ കൂടുതൽ ആളുകളും വഴിപോക്കൻ അന്വേഷകൻ ആണ്. സുബ്ഹാനല്ലാഹ്, അന്വേഷകനായെങ്കിൽ അൽഹംദുലില്ലാ. പക്ഷെ വഴിപോക്കരായവരൊക്കെ ഈ ക്ലാസ് കൊണ്ട് അന്വേഷകരാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാഷാ അല്ലാഹ്, സഹയാത്രികരുണ്ട്, വളരെ കുറച്ചാണെങ്കിലും ഉറ്റ സഹചാരികളുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തട്ടെ, കൂടുതൽ ബെറ്റർ ആക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത്, സുബ്ഹാനല്ലാഹ്, ഓരോ തവണയും ഖുർആനിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? മാഷാ അല്ലാഹ്, പുതിയ തിരിച്ചറിവുകൾ കിട്ടുന്നവർ കൂടുതലുണ്ട്. മുമ്പ് വായിച്ചപ്പോൾ കിട്ടാത്ത തിരിച്ചറിവുകൾ, അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം.
പരിചിതമായ വാക്കുകൾ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ ഒരേ സന്ദേശങ്ങളായിട്ടാണ് അനുഭവപ്പെടുന്നത്. പക്ഷെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നോട് സംസാരിക്കുന്ന വചനങ്ങൾ സുബ്ഹാനല്ലാഹ് ഭയങ്കര നല്ല കാര്യം. ഓക്കെ, എന്റെ സിറ്റുവേഷൻ അനുസരിച്ച് എന്നോട് ഖുർആൻ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഭയങ്കര നല്ല കാര്യം. നിരന്തരം തുറക്കുന്ന മാർഗദർശനം. ഞാൻ ഖുർആനോടൊപ്പം വളരുന്നതിനനുസരിച്ച് അതിന്റെ അർത്ഥവും ആഴവും ഗൈഡൻസും എനിക്ക് കൂടുതൽ കൂടുതൽ അനുഭവപ്പെട്ടു. അപ്പം അവരാ കല്ല് നല്ലപോലെ ഉരച്ചുരച്ച് ചൂട് അനുഭവിച്ചിട്ട് വീണ്ടും ഉരയ്ക്കാൻ ക്ഷമയോടുകൂടി കരുതുന്ന ആളുകളായിരിക്കും. അല്ലാഹു ബാരിക്, അല്ലാഹു നിലനിർത്തട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ ഖുർആനിനെ നമ്മൾ ആ കത്തി ജ്വലിക്കുന്ന ഉൽക്കയോട് ഉപമിച്ച കാര്യം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഖുർആന്റെ റിസൈറ്റേഷൻ, അതായത് ഖിറാഅത്ത്, അത് മേലെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്ന ഒരു അത്ഭുതം, ഒരു മിറാക്കിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയമാണ് അടുത്തത്. ഓക്കെ, സുബ്ഹാനല്ലാഹ്. അപ്പം മാലിക് ഇബ്നു ദിനാർ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ഖുർആൻ പാരായണം ചെയ്യുമ്പം ഇങ്ങനെ പറയായിരുന്നു, അർഷിന്റെ മേലയിൽ നിന്ന് ഏറ്റവും ഹക്കായ അല്ലെ, സത്യസന്ധമായിട്ട് റബ്ബ് ആണ് നമ്മളടുത്ത് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഇത് അർഷിന്റെ മേലെ നിന്ന് റബ്ബ് നമ്മളോട് സംസാരിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് പാരായണം ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അതായത് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ഖുർആൻ ഓരോ തവണ ഓരോ വാക്ക് പാരായണം ചെയ്യുമ്പോഴും അവര് സ്ഥിരമായിട്ട് പാരായണം ചെയ്ത് പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെ വാല്യൂ ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യണമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അതിങ്ങനെ സ്ഥിരമായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഖിറാത്ത് ചെയ്യുന്നവർ അതൊരു ഹാബിറ്റ് പോലെ ചെയ്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളിലേക്ക് ഓരോ ഇങ്ങനത്തെ പറയുന്ന ഓരോ കാര്യങ്ങളും ചിന്ത നമ്മളിലേക്ക് വരണം കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങള് നമുക്ക് റിസൈറ്റ് ചെയ്യാൻ, പാരായണം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അള്ളാഹുവിന്റെ, അതായത് ഖുർആനിനകത്തുള്ള ട്രഷേഴ്സ് അല്ലെ, ഖുർആനിൽ ഒളിഞ്ഞു വെച്ചിരിക്കുന്ന നിധികളിലേക്ക് നമ്മളെ ഹൃദയം തുറക്കണമെങ്കിൽ ആദ്യം സുബ്ഹാനല്ലാഹ് അതിന്റെ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്ത്? ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ ഗ്രേറ്റ് മിറാക്കിൾ ആണ്. സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മൾ അത് പലപ്പോഴും നിസ്സാരമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് അല്ലെ. ഖുർആൻ പാരായണം ചെയ്യൽ, അത് നമ്മളെല്ലാം വായിക്കുന്നത് പോലെ അറബി അറിയാം, അപ്പൊ പിന്നെ ഒരു ഭാഷ അറിയാം, അതുകൊണ്ട് ആ ഭാഷയിൽ നമ്മൾ പാരായണം ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം അള്ളാന്റെ വചനങ്ങളെ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു അത്ര വലിയ അത്ഭുതമാണെന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ അതിനൊരു കുഞ്ഞുദാഹരണം പറയാം. സ്ക്രീനിലേക്ക് നോക്കുക. സ്ക്രീനിൽ ഒരു മിമ്പറിനകത്ത് ഒരു അണ്ണാൻ, ഓക്കെ, ഒരു സ്ക്വിറൽ കയറി നിന്നിട്ട് പ്രസംഗിക്കുകയാണ്. ക്ലിയർ ആവുമെന്ന് അറിയില്ല, ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം വലിപ്പമുണ്ടാവും അറിയില്ല. ഓക്കെ, എന്നിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രസംഗം ആണ് അവിടെ നടത്തുന്നത് ഈ ഒരു അണ്ണാൻകുട്ടി. സുബ്ഹാനല്ലാഹ്. ഓക്കെ, നമ്മൾ എന്തായാലും, അതായത് അണ്ണാൻ സംസാരിച്ച് ഇത്രയും ആൾക്കാർ കേട്ടിരിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കണം അല്ലെ. അപ്പൊ ഇതെന്തായാലും നമ്മൾ എന്തോ ഒരു വലിയ അത്ഭുതമായിട്ട് കണക്കാക്കും, ഉറപ്പല്ലേ? അണ്ണാൻ കയറി നമ്മളെടുത്ത് അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രഭാഷണം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, റബ്ബ് അല്ലെ, സ്രഷ്ടാവായ റബ്ബും നമ്മളും സൃഷ്ടികളായ സുബ്ഹാനല്ലാഹ് നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിനേക്കാൾ എത്രയോ വലുതാണ് അല്ലെ. മനുഷ്യനും മൃഗങ്ങളും എന്തായാലും നമ്മളെല്ലാം ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള സൃഷ്ടികളാണ്. നമ്മൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, നമ്മളെ സംസാരം അവരുടെ സംസാരം തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ സൃഷ്ടികളാണ് രണ്ടു കൂട്ടരും അല്ലെ. പക്ഷെ സൃഷ്ടികളായ നമ്മളും സ്രഷ്ടാവായ റബ്ബും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമാണ് അല്ലെ. നമ്മൾ വളരെ വീക്ക് ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള സൃഷ്ടികളാണ്. എന്നാൽ റബ്ബിലെ അൽ അസീസായ അൽ ഹയ്യായ എന്താണ് ഖാലിഖായ അല്ലെ റബ്ബാണ് അള്ളാഹ് എന്ന് പറയുന്നത്. അപ്പം ഈ സൃഷ്ടികളിൽ തന്നെയുള്ള ഒരു അണ്ണാൻ വന്നിട്ട് നമ്മളെ സംസാരം വളരെ പവർഫുൾ ആയിട്ട് ഒരു മെമ്പറിൽ കയറിയിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ വലിയ അത്ഭുതമായിരിക്കും. പക്ഷേ സൃഷ്ടാവായ റബ്ബിന്റെ വാക്കുകള് നമ്മളെ നാവുകൊണ്ട് സംസാരിക്കാൻ പറ്റാന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇന്ന് വരെ. ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മളും റബ്ബും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന, മഹത്വത്തിലുള്ള വ്യത്യാസം എന്താണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. റബ്ബിന്റെ വാക്കുകള് ഈ നിസ്സാരരായ നമ്മളെ നാവ് കൊണ്ട് അത് നിഷ്പ്രയാസം
നമുക്ക് പാരായണം ചെയ്യാൻ പറ്റാന്ന് പറയുന്നതിനെ നമ്മൾ ഇന്ന് വരെ ഒരു അത്ഭുതമായിട്ട് കണ്ടിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രാണ് റബ്ബിന്റെ വചനങ്ങള്, റബ്ബിന്റെ സംസാരം നമ്മളുടെ നാവിലൂടെ ഇത്ര എളുപ്പത്തിൽ ഒഴുകുന്നത്. സുബ്ഹാനല്ലാഹ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഖമർ ആയ നമ്പർ 22 അല്ലെ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ ആയത്തിന്റെ കമന്ററിയില് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരുടെ നാവുകൾക്ക് ഖുർആൻ ഈസി ആക്കിയിട്ടില്ലായിരുന്നു എങ്കിൽ ഒരു സൃഷ്ടിക്ക് പോലും അവന്റെ വചനങ്ങളെ സംസാരിക്കാൻ അല്ലെങ്കിൽ പറയാൻ പറ്റൂലായിരുന്നു. അതാലോചിക്കെ, നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥ ചിന്തിച്ചിട്ട് പോലുമില്ല അല്ലെ. നമ്മളിത് എന്തല്ലേ, ഒരു ഭാഷ അറിയാം, ആ ഭാഷയിൽ കുറച്ച് വാക്കുകൾ വായിക്കുന്നതിൽ ഇപ്പൊ എന്താ, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒന്നാലോചിക്കെ, അള്ളാന്റെ വചനങ്ങള് ഇറങ്ങുമ്പോ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് എത്രത്തോളം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മള് നൂർസുദ്രീന്റെ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ സമയത്തൊക്കെ നമ്മൾ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലായിക്കത്തിന് പോലും അത് ഭയങ്കര ഓവർവെൽമിങ് ഫീലിംഗ് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഹദീസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല വഹയുമായിട്ട് കൂടി സംസാരിക്കുമ്പോൾ സ്വർഗത്തിലുള്ളവര് ഒരു ഭയങ്കര, അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സൗണ്ട്, അതായത് ഒരു പാറയുടെ മേലെ ചങ്ങലകൾ ഇങ്ങനെ അടിച്ചിട്ട് വലിക്കുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കുമായിരുന്നു എന്ന്. ഓക്കെ, മലായിക്കത്ത്. അപ്പം അവര് ജിബ്രീൽ അവരിലേക്ക് എത്തുന്നത് വരെ അവരതിങ്ങനെ അത് സംഭവം ഇങ്ങനെ കേട്ടിട്ട് അവര് ജിബ്രീലിനോട് ചോദിക്കും, എന്താ റബ്ബ് പറഞ്ഞത് എന്ന്. അന്നേരം പറയും ഹക്ക്, അതായത് സത്യം, ഖുർആൻ. അപ്പൊ അവര് തിരിച്ചു പറയും, ഓ ഹക്ക് എന്ന് അവര് തിരിച്ചു പറയും. സുബ്ഹാനല്ലാഹ്. അപ്പം അവർക്ക് പോലും താങ്ങാൻ പറ്റാത്ത അത്രയും ഹെവി ആയിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രത്തോളം പ്രയാസമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. ആ ഖുർആൻ നമ്മളുടെ നാവുകളിലൂടെ ഇത്രയും ഈസി ആയിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നത് നമ്മളുടെ റബ്ബ് തന്ന ഒരു കാരുണ്യാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഈ ഖുർആൻ അതിന്റെ പാരായണം നമ്മളെ എങ്ങനെ മാറ്റണം? സൽമ ഇബ്നു മൈമൂൻ അൽ ഖവ്വാസ് റഹിമഹുല്ലാഹ് ഇപ്രകാരം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം സ്വന്തം പറയാണ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അല്ലയോ ആത്മാവേ, ഖുർആനെ അള്ളാഹു അത് ഫസ്റ്റ് സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടതുപോലെ കേൾക്കണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളോട് തന്നെ നേരിട്ട് സംസാരിക്കും. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തിന്റെ അടുത്ത് പറഞ്ഞ, ജിബ്രീലിന്റെ അടുത്ത് പറയുമ്പോൾ മലായിക്കത്തിന് ഇത്രയും ബേജാറുണ്ടെങ്കിൽ, ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, അപ്പം അള്ളാഹു നേരിട്ട് പറയുന്നത് പോലെ വേണം നമ്മൾ ഖുർആനെ പാരായണം ചെയ്യാൻ. അങ്ങനെ അത് കേൾക്കുന്നത് പോലെ വേണം ഖുർആനെ പാരായണം ചെയ്യാൻ. അപ്പൊ ഞാൻ അതിന്റെ സ്വീറ്റ്നെസ് അനുഭവിക്കാറുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതായത് ഖുർആനെ എന്തോ അറബി ഭാഷ അറിയുന്നത് കൊണ്ട്, അതിന്റെ എല്ലാ നിയമങ്ങളും അറിയുന്നത് കൊണ്ട് നമ്മൾ അല്ലെ, ഇപ്പൊ പാട്ടൊക്കെ സ്വരവും ഇതും ഒക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പാടുന്നു എന്ന് പറയുന്നത് പോലെ, അറബി ഭാഷയും തജ്വീദിന്റെ എല്ലാ റൂൾസും അറിയുന്നത് കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് ഞാൻ എന്തോ സംഭവമാക്കുന്നു എന്നുള്ളതിനപ്പുറം റബ്ബിന്റെ കലാം റബ്ബ് നമ്മളുടെ നാവുകളിലൂടെ എളുപ്പമാക്കി തന്ന അത്രയും വലിയ കാരുണ്യം ആയതുകൊണ്ട് റബ്ബ് നമ്മളടുത്ത് നേരിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അതായത് ഖുർആനെ സാധാരണ വാക്കുകൾ പോലെയല്ല നമ്മൾ പാരായണം ചെയ്യേണ്ടത്. നമ്മൾ ഓതുമ്പോൾ നമ്മളോട് തന്നെ റിമൈൻഡ് ചെയ്യാം, ഇത് അള്ളാന്റെ വചനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് പലപ്പോഴും നമുക്കത് മറന്നു പോകാറുണ്ടല്ലേ. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ ഇനിയിപ്പോ ഒന്നോ വേണ്ട, രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ആലിമ്രാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോർണിംഗ് അദ്കാറിലുള്ള ഖുൽ ഹുവല്ലാഹു അഹദ് ആയിക്കോട്ടെ, അതുപോലും നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ നമ്മളെ റിമൈൻഡ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് അള്ളാഹു എളുപ്പാക്കി തരും. പക്ഷെ ഓരോ പ്രാവശ്യവും നമ്മൾ അത് ഇത് നടക്കൂല എന്ന് വെച്ച് വിട്ടു കഴിഞ്ഞാൽ അതെന്നും നടക്കാത്ത കാര്യമായിക്കോളും. ഓക്കെ, അപ്പം ഓരോ പ്രാവശ്യവും നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇനി ഹിഫ്ള് ക്ലാസ്സുകളിലൊക്കെ ഉള്ളവര് ഓരോ റിസൈറ്റേഷനും നിങ്ങൾ ഓതി കൊടുക്കുന്ന ഓരോ ആയത്തുകളും ഇത് റബ്ബ് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞ റബ്ബിന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ നാവുകളിലൂടെ ഒഴുകുന്ന വാക്കുകളാണ് എന്നുള്ള മനസ്സിലാക്കിയിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ അതിനെ കുറച്ച് ആദ്യം കുറച്ച് പ്രയാസം തന്നെയാണ്. ഈ നമ്മൾ കണ്ടതല്ലേ അല്ലെ, ആ ഉൽക്കന്റെ കഷ്ണങ്ങൾ എടുത്ത് തമ്മിൽ ഉരച്ചപ്പോ അയാളുടെ കയ്യിൽ ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ അത് അയാൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ടാണ് അയാൾക്ക് ആ ഇരുട്ടിലെ വെളിച്ചം കിട്ടിയത്. ഓക്കെ, അപ്പം ഈ ഒരു മാധുര്യം നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രയാസം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം, അല്ലാതെ എളുപ്പത്തിലുള്ള വഴിയൊന്നും ഇതിനില്ല. പക്ഷെ
എളുപ്പം എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ എളുപ്പമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയാസവും അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. ഓക്കെ, അപ്പം ഇത് റബ്ബിന്റെ വചനങ്ങളാണ്. റബ്ബ് എനിക്ക് ഇതിനുള്ള പ്രിവിലേജ് തന്നിട്ടുണ്ട്. ഓക്കെ, സുബ്ഹാനല്ലാഹ്, എന്റെ നാവ് കൊണ്ട് ഇതിനെ ഇത്രയും എളുപ്പത്തിൽ പാരായണം ചെയ്യാൻ. ഈ ഒരു സംഭവം സുബ്ഹാനല്ലാഹ് നമ്മളുടെയൊക്കെ സിസ്റ്റത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല്, ഓക്കെ, നമ്മളെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഖുർആൻ പാരായണം നമ്മളെ വെറുതെ ഏതൊക്കെയോ അറബി ഭാഷ അറിയുന്നത് കൊണ്ട്, തജ്വീദ് അറിയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഹിഫ്ലാക്കിയത് കൊണ്ട് കുറച്ച് വാക്കുകൾ നമ്മൾ ഉരുവിട്ട് തീർക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ആഴമേറിയ, വളരെ മീനിങ് ആയിട്ടുള്ള ഒരു ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാവും. നമ്മളുടെ ഒന്നും ഖുർആൻ പാരായണത്തിന് ഇബാദത്ത് എന്ന് വിളിക്കാൻ പറ്റുമോന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. ഓക്കെ, നമ്മളുടെ ഖുർആൻ പാരായണങ്ങളെ ഇബാദത്ത് എന്ന് വിളിക്കാൻ പറ്റുമോ, ആ ഒരു അവസ്ഥയിലാണോ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഇനി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇതാ ഒരു വഴിയുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെരഞ്ഞെടുത്ത് നമുക്കിത് എളുപ്പാക്കി തന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും റബ്ബ് ഫസ്റ്റ് ഹാൻഡ് നമ്മളോട് നേരിട്ട് ഇത് സംസാരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെ, വഹീന അങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഖുർആൻ ഇപ്പോഴും നമുക്ക് പുതിയതായിട്ട് റിവീൽ ചെയ്യുന്നു. അപ്പൊ അള്ളാഹ് എന്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് ആദ്യം മുതലേ നമ്മൾ ആ ഒരു എഫേർട്ട് കൊടുക്കുന്ന വേണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് നമ്മൾ രാവിലത്തെ വൈകുന്നേരത്തെ ദിക്റിന്റെ ഭാഗമായിട്ട് ചൊല്ലുമ്പോൾ പോലും ഖുർആനാണെങ്കിൽ മറ്റു ദിക്റുകൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കാതെ ചൊല്ലാനല്ല കേട്ടോ, മറ്റു ദിക്റുകൾക്കും സമയവും ക്ഷമയും കോൺസെൻട്രേഷനും ഒക്കെ കൊടുക്കണം. പക്ഷെ ഖുർആന് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കുറച്ചു കാലം നമ്മൾ ആ ഒരു എഫേർട്ട് ഇട്ടാല് നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ റബ്ബിന്റെ അടുത്ത് സഹായം ചോദിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് റബ്ബ് ഒരു എളുപ്പം തരും. ആ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഹാസബയിലെ ഒരു മെയിൻ കാര്യം ഇതായി മാറട്ടെ ഇനി ഇൻഷാ അല്ലാഹ്. എന്തായാലും ആ മാധുര്യം അറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അത്രയും മീനിങ് ആയിട്ടുള്ള ഒരു ഇബാദത്തായിട്ട് അതിനെ മാറ്റാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഇനി ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ആ ടോപ്പിക്കിൽ ഇതുപോലെ അവസാനത്തെ ഒരു പോളും ഉണ്ട്. അതോടെ ഇന്നത്തെ സെഷൻ നിർത്താം. ഇനി അടുത്തത് ഖുർആൻ മൈറ്റിയർ ദാൻ മൗണ്ടൻസ്, അതായത് ഖുർആന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത്, അതിന്റെ പവർ എന്താണ്, പ്രതാപം എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ കാണാൻ പോകുന്നത്. സൂറ ഫുസ്സിലാത്തിൽ 41-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നഹു ലകിതാബുൻ അസീസ്, തീർച്ചയായും അത് പ്രതാപമുള്ള ഒരു ഗ്രന്ഥം തന്നെയാകുന്നു. അപ്പൊ എന്താണ് ഈ മൈറ്റി അല്ലെങ്കിൽ ഇസ്സ, പ്രതാപം എന്ന് പറയുന്നത്? ഖുർആൻ മൈറ്റി ആണെന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഖുർആൻ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു തെറ്റില്ല, അല്ലെ, ഒരു ഫാൾസ് ബാത്തിലായിട്ടുള്ള ഒരു കാര്യം പോലും ഖുർആനിൽ ഇല്ല. മനുഷ്യന്മാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും, അല്ലെ. ഖുർആൻ എന്ന് പറയുന്നത് റബ്ബിന്റെ കലാമാണ്. ഏറ്റവും, അല്ലെ, അൽ ഹക്കീം ആയിട്ടുള്ള, അൽ ഹമീദ് ആയിട്ടുള്ള, സുബ്ഹാനല്ലാഹ്, സെയിം സൂറത്തില് അടുത്ത ഒരായത്തിൽ പറയുന്നുണ്ട്, ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല. യുക്തിമാനും സ്തുത്യർഹനുമായിട്ടുള്ളവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ അത്. ഓക്കെ, അപ്പം ഒരു തരത്തിലും അതിനകത്ത് തിന്മ വരൂല എന്നുള്ളതാണ് ഖുർആൻ മൈറ്റി ആണെന്ന്, അല്ലെങ്കിൽ ഇസ്സത്ത് ഉള്ളതാണെന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം. ഇനി ഖുർആന്റെ മറ്റൊരു, ഖുർആൻ മൈറ്റി ആണെന്ന് പറയുന്നതിന്റെ വേറൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഖുർആനെ ആർക്കും അതായത് ഖുർആനിലെ സത്യത്തിനെ തെറ്റാണെന്ന് സ്ഥാപിക്കാനോ അതിനെ ചേഞ്ച് ചെയ്യാനോ അതിനെ നശിപ്പിക്കാനോ ആർക്കും പറ്റൂല. നമുക്കറിയാം, ഇതിന്റെ മുമ്പുള്ള ഗ്രന്ഥങ്ങളൊക്കെ പലരും പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആനില് അതൊന്നും നടക്കുകയില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ എങ്ങനെ ഇറങ്ങിയോ അത് അതേപോലെ നമ്മളിൽ പ്രിസർവ്ഡ് ആയിട്ട് എത്തിയിട്ടുണ്ട്, അല്ലെ. ആദ്യം ആളുകൾ ഹിഫ്ലായിട്ട്, അല്ലെ, മനസ്സിൽ അല്ലെങ്കിൽ പഠിച്ചു വെച്ചതും പിന്നെ എഴുതപ്പെട്ടതുമായിട്ട് അവര് പാരമ്പര്യമായിട്ട് അങ്ങനെ ഓതി കൊടുത്ത് ഇവിടെ എത്തി. ഇപ്പോഴും അതേ സംഭവം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. ഖുർആൻ ഹിഫ്ലാക്കിയിട്ട് അല്ലാതെയും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആനെ അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ആണ് ഖുർആനെ പ്രൊട്ടക്ട് ചെയ്തത്, പ്രിസർവ് ചെയ്തത്, ഒരു തരത്തിലുള്ള ഒരു വ്യത്യാസവും ഇല്ലാതെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആൻ എന്ന് പറയുന്നത് അതിന്റെ മെസ്സേജിൽ മാത്രമല്ല പ്രതാപമുള്ളത്, അതായത് അതിന്റെ മെസ്സേജ് ഹക്കാണെന്നുള്ളതിൽ മാത്രമല്ല, അതിനെ എങ്ങനെ പ്രിസർവ് ചെയ്ത് ഇതുവരെ ഒരു തെറ്റും കൂടാതെ, ഒരു മോശവും ഒരു തരത്തിലുള്ള വ്യത്യാസവും കൂടാതെ അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിച്ചു എന്നുള്ളതിന്റെ കാര്യത്തിലും അതെന്താണ്, പ്രതാപമുള്ള, ഇസ്സത്തുള്ളതാണ് ഖുർആൻ. ഓക്കെ, ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം.
നമ്മളിനി ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാന്ന് വെക്കാം. ഓക്കെ, പക്ഷെ ഈ ജീവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നമുക്കറിയാം ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന്. ഓരോ പുതിയ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നുണ്ട് അല്ലെ. ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇനി അങ്ങോട്ടുള്ള ഒരു 1000 വർഷത്തിലും എന്തൊക്കെ പുതിയതായിട്ട് വന്നാലും ഖുർആൻ മറന്നു പോകുന്നു തോന്നുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇല്ല. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാ, നമ്മളെ ദുനിയാവ് അഡ്വാൻസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. ഇപ്പം സിമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും അല്ലെ, അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വന്നപ്പം ഓരോന്നായിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അമ്മിയില്ല, ഒരലില്ല അല്ലെ. അങ്ങനെ ഓരോന്നും പുതിയത് പുതിയത് വരുമ്പോൾ പഴയത് അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈവൻ നമുക്ക് സഹായിക്കാൻ വരുന്ന മെയ്ഡുകൾ പോലും പല രാജ്യങ്ങളിൽ ഇപ്പം റോബോട്ടുകൾ ഉള്ളതുകൊണ്ട് അതുപോലും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ടെക്നോളജി ആയിക്കോട്ടെ എന്തെന്നെ അഡ്വാൻസ് ആവുമ്പോഴും പലതും ഇല്ലാണ്ടാവുന്നുണ്ട്, പലതും മറന്നു പോകുന്നുണ്ട്. ഇപ്പൊ തൊട്ടു മുമ്പേ പറഞ്ഞത് ഖുർആൻ നശിപ്പിക്കപ്പെടുന്നതിലൂടെ നഷ്ടപ്പെടൂലെന്ന്. അതായത് ഇപ്പൊ ഒരുപാട് വെള്ളപ്പൊക്കങ്ങളും പല തീപിടുത്തങ്ങളും വന്നിട്ട് പല പുസ്തകങ്ങളും നശിച്ചിട്ടുണ്ട്. ഈവൻ ഇസ്ലാമികമായിട്ടുള്ള പല പുസ്തകങ്ങളുടെയും നമ്മൾ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ചില പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ചില ലൈബ്രറിയിലാണ് ഉണ്ടായിരുന്നുള്ളത്, അവിടെ തീ പിടിച്ചിട്ട് പോയി, അല്ലെങ്കിൽ ഇവിടെ വെള്ളം പൊങ്ങിയിട്ട് പോയി എന്നൊക്കെയുള്ള പല ചരിത്രങ്ങളും നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ വന്നിട്ടും ഖുർആൻ നാശനഷ്ടം വന്നിട്ട് ഖുർആൻ നശിച്ചിട്ടില്ല. അതേപോലെ അഡ്വാൻസ്മെന്റിന്റെ പേരിൽ, അതായത് പലതും അഡ്വാൻസ് ആകുമ്പോൾ വേറെ പലതും കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യും അല്ലെ, അതിന്റെ പേരിലും ഖുർആൻ മറന്നു പോവുകയോ ഇല്ലാതാവുകയോ ചെയ്യില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഖുർആനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പുതിയ 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 ശ്രമങ്ങൾ ആരൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ ശ്രമങ്ങൾ പരാജയപ്പെടുകയുള്ളൂ, ഖുർആൻ പരാജയപ്പെടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രോമിസ് ഖുർആൻ എന്നെന്നും നിലനിർത്തും എന്നുള്ളത്, അതായത് സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്, നിങ്ങളുടെ മേലെ ഞാൻ ഈ ഗ്രന്ഥം ഇറക്കി, അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം എടുത്തതിന്റെ മേലെ ഞാൻ ഈ ഗ്രന്ഥം ഇറക്കി, അതിന് വെള്ളത്തിന് കഴുകിക്കളയാൻ പറ്റൂല, നീ ഉറക്കത്തിലും ഉണർച്ചയിലും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗ്രന്ഥം എന്ന്. അതായത് ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും അതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, ഭൂമി മുഴുവൻ നശിക്കുന്ന വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ആ അർത്ഥത്തിൽ, അതായത് നശിക്കൂല, റീപ്ലേസ് ചെയ്യപ്പെടൂല എന്നുള്ള അർത്ഥത്തിലും ഖുർആൻ എന്താണ്, മൈറ്റിയാണ്. സൂറ അൽ അൻകബൂത്തിൽ പറയുന്നുണ്ട്, ബൽ ഹുവ ആയാതും ബയ്യിനാത് ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ ളാലിമൂൻ. എന്നാൽ ജ്ഞാനം നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ അത് സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാകുന്നു, അക്രമികളല്ലാതെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അതാണ് അടുത്ത ഒരു കാര്യം. ഖുർആൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു നഫ്സിനെ റിഫോം ചെയ്യുന്ന കാര്യത്തിൽ, മാറ്റം വരുത്തുന്ന കാര്യത്തിൽ ഒരിക്കലും തോൽക്കൂല. ആത്മാർത്ഥമായിട്ട് ഖുർആനെ ഒരു മാറ്റം, എനിക്കൊരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ച അടുക്കുന്ന ഒരു നഫ്സിനെ ഖുർആൻ ഒരിക്കലും തോൽപ്പിച്ച് കളയില്ല. അതാണ് ഖുർആന്റെ അടുത്ത പവർ. സുബ്ഹാനല്ലാഹ്. ആത്മാർത്ഥമായിട്ട് ഹിദായത്ത് തേടി ഒരാൾ ഖുർആന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഖുർആൻ അവരെ വെറുതെ വിടൂല. ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഭയവും എന്തെങ്കിലും പ്രയാസവും കൊണ്ട് ഖുർആന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഖുർആൻ അതിനെ കൈയൊഴിയൂല. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടെത്തണം എന്ന് വിചാരിച്ചിട്ടുള്ള ദാഹത്തോട് കൂടി ഖുർആൻ ആരെങ്കിലും സമീപിച്ചാൽ ഖുർആൻ അതിനെ കൈയൊഴിയൂല. അതേപോലെ ഈ പറഞ്ഞ ഒരു കാര്യത്തിനും, അതായത് നമ്മളൊരു ഭയം കൊണ്ട്, നമ്മളെ ഒരു പ്രയാസം കൊണ്ട് നമ്മൾ വേറെ എന്തിനെങ്കിലും സമീപിച്ചാൽ അതിനൊന്നിനും ഖുർആന് തരാൻ പറ്റുന്നത് പോലെ ഒരു പരിഹാരം തരാനും പറ്റൂല. അള്ളാഹുവിനെ അറിയണം എന്ന് വിചാരിച്ച് നമ്മൾ വേറെ ആരെടുത്ത് ചെന്ന് കഴിഞ്ഞാലും, വേറെ എന്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലും ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ, ഖുർആൻ അള്ളാഹുവിനെ അറിയിച്ചു തരുന്നത് പോലെ വേറെ ഒന്നിനും അറിയിച്ചു തരാനും പറ്റൂല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, നമ്മൾ ഈ 3 ജുസിന്റെ യാത്രയിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞതുപോലെ നമ്മൾ അതിന് മുമ്പൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെ. ഖുർആൻ അറിയിച്ചു തരാൻ പറ്റുന്ന പോലെ അള്ളാഹിനെ നമുക്ക് അറിയിച്ചു തരാൻ പറ്റൂല. ഹിദായത്ത് വേറെ, നമുക്ക് ഒരു മാറ്റം വരുത്തണം എന്ന് വെച്ചാൽ, നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ, നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കണം എന്ന് വെച്ചാൽ വേറെ ആരടുത്ത് എന്തിന്റെ അടുത്ത് പോയാലും ഖുർആൻ ദൂരീകരിക്കുന്നത് പോലെ അത് വേറെ ഒന്നിനും ദൂരീകരിക്കാനും പറ്റൂല. അപ്പം ഈ മൈറ്റി ആയിട്ടുള്ള ഖുർആന്റെ പ്ലേസ് വേറൊന്നിനും എടുക്കാനും പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസീർ റഹിമഹുല്ലാഹ് ഇങ്ങനെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഖുർആന്റെ പാരായണം ചെയ്യുന്ന ഒരു അടിമയില് ഒരു തരത്തിലുള്ള എംപ്റ്റിനെസ്, ശൂന്യതയും ഉണ്ടാവില്ല. അതുപോലെ ഖുർആൻ
പാരായണം ചെയ്യാത്തവനിൽ ഒരു തരത്തിലുള്ള ഫുൾഫിൽമെന്റും, അതായത് ഒരു തരത്തിലുള്ള സക്സസും ഉണ്ടാവുകയില്ല. അതായത് ഖുർആൻ പാരായണം ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആനുമായിട്ട് ഈ പറഞ്ഞ ഡീപ്പായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതാണ്. ഓക്കെ, അപ്പം ഖുർആൻ ഇല്ലെങ്കിൽ ശൂന്യതയാണ്, ഖുർആൻ ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ ആണ്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഉണ്ടെങ്കിൽ ഒരു ശൂന്യത ഉണ്ടാവില്ല, ഖുർആൻ ഇല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സക്സസും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് ഖുർആന്റെ മൈറ്റിനെസിന്റെ അടുത്ത കാരണം. ഇനി ഖുർആൻ മൈറ്റി ആണ്, പവർഫുൾ ആണെന്ന് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൂറത്തുൽ റഅദിലെ 31-ാമത്തെ ആയത്ത് നോക്കാം. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത് ബിഹിൽ അർദു ഔ കുല്ലിമ ബിഹിൽ മൗത. പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം മൂലം പർവ്വതങ്ങൾ നടത്തപ്പെടുകയോ അല്ലെങ്കിൽ അത് കാരണമായി ഭൂമി തുണ്ടം തുണ്ടമായി മുറിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് മുഖേന മരിച്ചവരോട് സംസാരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ, അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിൽ അത് ഈ ഖുർആൻ ആകുമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഖുർആൻ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഖുർആൻ എന്ന് പറയുന്നത്, ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഈമാന്റെ ടെസ്റ്റ് ആണ്, അല്ലെ? അപ്പം ഇതുപോലത്തെ അത്ഭുതങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഈമാന്റെ ടെസ്റ്റിന് ഒരു അർത്ഥം ഉണ്ടാവില്ലായിരുന്നു, അല്ലെ? ഖുർആൻ ഓതുമ്പോൾ, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പർവ്വതം നടക്കുന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, എല്ലാരും ചെയ്യില്ല, എല്ലാരും ഖുർആൻ പാരായണം ചെയ്യില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമെങ്കിൽ ഭൂമിനെ തുണ്ടം തുണ്ടമായിട്ട് മുറിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ പേരിൽ നമുക്ക് മരിച്ചവരോട് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, പിന്നെ ആ ഈമാന്റെ ടെസ്റ്റിന് അവിടെ അർത്ഥം ഉണ്ടാവില്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷേ ഖുർആൻ ഇതൊക്കെ ചെയ്യാനുള്ള പവർ ഉണ്ട്. കാരണം ഖുർആൻ അള്ളാന്റെ കലാമല്ലേ? സുബ്ഹാനല്ലാഹ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആൻ കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ സാധിക്കുമെങ്കിലും ഇതല്ല ഉദ്ദേശിച്ചത്. അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? അതായത് ഭൂമിയിൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല, പകരം അള്ളാഹു മനുഷ്യന്മാരുടെ ഹൃദയത്തിന്, ആത്മാവിന് ട്രാൻസ്ഫോർമേഷൻ ആണ് ഉദ്ദേശിച്ചത്. അതിന്റെ ഖുർആന്റെ പേർപ്പസ് എന്ന് പറയുന്നത്, ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പർവ്വതങ്ങളെ എന്താണ് പൊടിക്കാൻ വേണ്ടിയിട്ടോ ഭൂമിനെ തുറക്കാൻ വേണ്ടിയിട്ടോ മരിച്ചവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഖുർആനെ ഭൂമിയിലേക്ക് അയച്ചത്. ഖുർആൻ ഇതിനൊക്കെയുള്ള പവർ ഉണ്ട്. പക്ഷേ ഖുർആൻ അതിനേക്കാളും വലിയ എന്തോ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? കുറേ കാലമായിട്ട് അടഞ്ഞു കിടക്കുന്ന കണ്ണുകളെ തുറപ്പിക്കാൻ വേണ്ടിയിട്ട്, ജീവനില്ലാതായ നഫ്സുകളെ നഫ്സുകൾക്ക്, ഹൃദയങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, കല്ലിനേക്കാൾ ഹാർഡായ ഹൃദയങ്ങളെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതാണ് ഖുർആന്റെ ശരിയായിട്ടുള്ള പവർ നിലനിൽക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കല്ലേ ഖുർആൻ ഇതൊക്കെ ചെയ്യാൻ പറ്റും? സുബ്ഹാനല്ലാഹ്. അതിനേക്കാൾ പവർ വേണം. പവറാണ് എന്ത്? ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അടഞ്ഞു കിടക്കുന്ന കണ്ണ് തുറപ്പിക്കാൻ, ജീവനില്ലാതായ നഫ്സിന് ജീവൻ കൊടുക്കാൻ, കല്ലിനേക്കാൾ ഹാർഡായ ഹൃദയങ്ങളെ സോഫ്റ്റ് ആക്കാൻ. അതിനേക്കാൾ പവറുള്ള കാര്യമാണ് ഖുർആനിന് ഭൂമിയിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. അതിനൊക്കെ ഖുർആനിനെ കൊണ്ട് പറ്റും. സുബ്ഹാനല്ലാഹ്. നമ്മൾ സൂറത്തുൽ ഹശറിലുള്ള ആയത്തിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. നാം ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്മേലാണ് ഇറക്കിയിരുന്നെങ്കിൽ ദൈവഭയത്താൽ അത് ഏറെ വിനീതമാകുന്നതും പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു. ഈ ഉദാഹരണങ്ങളെല്ലാം നാം മനുഷ്യർക്കായി ഒരുക്കുകയാണ്, അവർ ആലോചിച്ചറിയാൻ. അപ്പം ഖുർആൻ അത്രയും പവർഫുൾ ആണ്, അല്ലെ? അതൊരു മലയുടെ പർവ്വതത്തിന്റെ മേലെ ഇറങ്ങിയിരുന്നെങ്കിൽ അത് ഹുഷു കണ്ട, അതിന്റെ ഹുഷു കാരണം അത് പൊട്ടിപ്പിളർന്ന്, അല്ലെ, പോവായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ അതുപോലെ ഒരു പർവ്വതത്തിനെ പൊട്ടിപ്പിളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന്റെ ഹാർഡ്നെസ്, ഹൃദയത്തിന്റെ തുരുമ്പെടുക്കലിനെ ഇല്ലാതാക്കാൻ ഖുർആന് ഉറപ്പായിട്ടും പറ്റും. ആൻഡ് ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള, തിയറിറ്റിക്കൽ ആയിട്ടുള്ള, സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. ഓക്കെ, വെറുതെ അള്ളാഹു ഇങ്ങനെ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞു വെച്ച കാര്യമല്ല. ചരിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അറേബ്യയിലെ ജനതയെ കുറിച്ച് നമ്മൾ, അല്ലെ, സീറ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്രീ ഇസ്ലാമിക് അറേബ്യയാണ്. സീറ പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും പഠിക്കണം കേട്ടോ. അവിടെ ആ മരുഭൂമിയിലെ ജനത, അവരുടെ അത്രയും മോശപ്പെട്ട ആളുകളെ ഒരു സംസ്കാരം തന്നെ അവരിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ, ഒരു സംസ്കാരത്തിന്റെ ലീഡേഴ്സ് ആക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഖുർആൻ കൊണ്ടാണ്. അത്രയും മോശമായിട്ടുള്ള ഒരു ജനതയെ, അതാണ് ഖുർആന്റെ പവർ.
അത്രയും ഹാർഷായിട്ടുള്ള ഹൃദയങ്ങളെ കാരുണ്യം കൊണ്ട് നിറയ്ക്കാൻ, അല്ലെ? പെൺകുട്ടികളെ അതേപോലെ കുഴിച്ചു മൂടിയിരുന്ന, സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുക്കളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന, അല്ലെ? തമ്മിൽ തല്ലി തീർത്തിരുന്ന, സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള മനുഷ്യന്മാരെ ഹൃദയം നിറച്ച് കാരുണ്യം, എമ്പതിയും കമ്പാഷനും, ശത്രുക്കളെയൊക്കെ സുഹൃത്തുക്കളാക്കി മാറ്റാൻ പറ്റിയിരുന്ന, മൃഗങ്ങളെ പോലെയുള്ള മനുഷ്യന്മാരാക്കി മാറ്റാൻ പറ്റിയ ഖുർആനാണത്. ഇന്നും ഖുർആന് അതേ ഇൻഫ്ലുവൻസ് നമ്മൾ തന്നെ കാണുന്നുണ്ട്, അല്ലെ? എത്രയോ മുസ്ലിങ്ങൾ, അതും വളരെ മോശപ്പെട്ട ജീവിത രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന, അല്ലെ, റോക്ക് സ്റ്റാർസ്, മ്യൂസീഷ്യൻസ്, അവരെ മേലൊക്കെ നിറച്ചും ടാറ്റു ഒക്കെ ആക്കിയിട്ടുള്ള ആൾക്കാർ ഖുർആനിൽ ഒരു ആയത്ത് കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നത്. അതേ ഖുർആൻ ഇന്നും അതേ ഇൻഫ്ലുവൻസ് മനുഷ്യന്മാരിൽ ഉണ്ടാക്കുന്നുണ്ട്, മനുഷ്യന്മാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും ആ ഗ്രന്ഥത്തിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ഈ ഗ്രന്ഥം നമ്മളെ കൈകളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്, അള്ളാഹു ഇത്രയും മൈറ്റോട് കൂടി, ഇത്രയും ഇസ്സത്തോടു കൂടി പ്രിസർവ് ചെയ്ത ഖുർആൻ, അതിന്റെ ഹിദായത്ത് നമ്മളെയും ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇതൊരു സാധാ ബുക്കല്ല. സുബ്ഹാനല്ലാഹ്, ഏതൊരു പുസ്തകം നമ്മൾ വായിച്ചാലും, ഏത് മൂവി, ഏത് പാട്ട്, ഇനി ഏത് വലിയ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ്, ഏതൊരു വലിയ മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, എന്ത് ഹീലിംഗ് തെറാപ്പി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഖുർആന് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന പോലെ, അള്ളാന്റെ വാക്കുകൾക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത് പോലെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റൂല. പക്ഷേ അങ്ങനെ ഏത് ഹൃദയത്തിനെ അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുക? അതിനെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയത്തിനെ മാത്രമേ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുള്ളൂ. കല്ല് പോലെ, ഇതിലൊരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പുറത്തു കൂടെ ഒഴുക്കി ഓടിച്ചു കളഞ്ഞു. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞില്ലേ, എല്ലാ വഴി കൂടെ പോകുന്നവർക്കും ഖുർആൻ അതിന്റെ സീക്രട്ട് കൊടുക്കൂല. അപ്പൊ ഹൃദയം തുറന്നിട്ട് വേണം, എന്നെ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ അതിനെ സമീപിക്കാൻ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു കാര്യം ഓർക്കുക, ആർക്കും ഖുർആനെ മാറ്റാൻ പറ്റില്ല, പക്ഷെ ഖുർആന് ആരെയും മാറ്റാൻ പറ്റും. ഖുർആൻ ഒരിക്കലും ആത്മാർത്ഥമായി അന്വേഷിച്ച് ചെല്ലുന്ന ഒരാളെ വെറും കൈയോടെ വിടൂല. ഭയത്തോടു കൂടി, പ്രതീക്ഷയില്ലാണ്ട് വിഷമിച്ചിട്ട് ചെല്ലുന്ന ഒരു ഹൃദയത്തിന് അതിന് സെക്യൂരിറ്റി കൊടുക്കാതെ ഖുർആൻ, അതായത് ധൈര്യം കൊടുക്കാതെ ഖുർആൻ വിടൂല. അതിന്റെ സൃഷ്ടാവിനെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ഹൃദയത്തിന് സൃഷ്ടാവിനെ കുറിച്ചുള്ള തൃപ്തി, അല്ലെങ്കിൽ അറിവ്, അല്ലെങ്കിൽ ആ ഒരു സമാധാനം കൊടുക്കാതെ ഖുർആൻ വിടൂല. ഒരു ലക്ഷ്യം തേടി ചെല്ലുന്ന ഹൃദയത്തിന് ലക്ഷ്യം കൊടുക്കാതെ ഖുർആൻ വിടൂല. അപ്പം അതാണ് ഖുർആന്റെ മൈറ്റ്, പവർ എന്ന് പറയുന്നത്. ഈ ഖുർആൻ ആണ് നമ്മളുടെ കയ്യിലുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടെ തരാണ്. ഖുർആന് നമ്മളെ ചേഞ്ച് ചെയ്യാനുള്ള പവർ ഉണ്ടോ എന്നുള്ളതല്ല ചോദ്യം. നമ്മള് ഖുർആനെ കൊണ്ട് നമ്മളെ ചേഞ്ച് ചെയ്യിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു അവസരം കൂടെ തരാം. ഇൻഷാ അല്ലാഹ്, ഇതാ ഇവിടെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പോലത്തെ ഒരു പോളാണ്, ആ പോൾ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ്, പോൾ ചെയ്യാൻ പറ്റാത്തവർ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. ഖുർആൻ എന്നെ മാറ്റാൻ ഞാൻ തയ്യാറാണോ? ഞാൻ ഏറെക്കുറെ പെർഫെക്റ്റ് ആണെന്നാണ് കരുതിയിരുന്നത്. എന്നിൽ കാര്യമായ മാറ്റമൊന്നും ആവശ്യമില്ലെന്ന് തോന്നിയിരുന്നു. സ്വാഭാവികമായിട്ടും അല്ലെ, നമ്മളൊക്കെ ഒരു വർഷം തുടങ്ങിയത് അവിടെയായിരിക്കും. 2% ആളുകൾ ആ വോട്ടിലാണ്. മാഷാ അല്ലാഹ്, അത് തിരിച്ചറിയുന്ന തന്നെ വലിയ കാര്യം. ഇൻഷാ അല്ലാഹ് നമുക്ക് ട്രാൻസ്ഫോർമേഷനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ. അടുത്തത്, ഖുർആനിലെ നിർദ്ദേശങ്ങൾ പഠിച്ച് അനുഷ്ഠാനങ്ങൾ പാലിക്കുകയാണ് പ്രധാനമെന്ന് കരുതിയിരുന്നു. എന്റെ ഹൃദയത്തിലും സ്വഭാവത്തിലും ഖുർആൻ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് കാര്യമായി ചിന്തിച്ചിരുന്നില്ല. അതും ശരിയാണ്, അല്ലെ? തുടക്കത്തിലൊക്കെ നമുക്ക് ഒരുപക്ഷെ അങ്ങനെ പലർക്കും തോന്നിയിട്ടുമുണ്ട്. അപ്പം അത് ആ ചിന്ത വരെയും അത് തിരിച്ചറിയുകയും ചെയ്യുന്നത് വലിയ കാര്യമാണ്. അൽഹംദുലില്ലാഹ്. അടുത്തത്, എന്റെ ചിന്തകളിലും ഹൃദയത്തിലും സ്വഭാവത്തിലും ജീവിതത്തിലും മാറ്റം വേണമെന്ന് എനിക്കറിയാം. ഖുർആൻ എന്നെ അകത്തു നിന്ന് പുറത്തേക്ക് മാറ്റുന്നതിനായി ഞാൻ ആഗ്രഹത്തോടെയും പരിശ്രമത്തോടെയും സമീപിക്കുന്നു. മാഷാ അല്ലാഹ്, വളരെ നല്ല കാര്യം. 84% ആളുകൾ അൽഹംദുലില്ലാഹ്. ഒരു പക്ഷെ അത് ഈ ഒരു ക്രൗഡിൽ ആയതുകൊണ്ടായിരിക്കും, അല്ലെ? ഇത് കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കണം ഇൻഷാ അല്ലാഹ്. ഖുർആനുമായുള്ള ബന്ധത്തെ ഇങ്ങനെയൊരു ട്രാൻസ്ഫോർമേഷനായി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. മാഷാ അല്ലാഹ്, അതും
തിരിച്ചറിവ്, നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ നമ്മൾ മേലെ പറഞ്ഞ പോലെയുള്ള ഒരു മാറ്റത്തിന് തയ്യാറാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പം അത്യാവശ്യത്തിന് അല്ലെ ഒരു തുടക്കമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇത് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും. കാരണം ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഇത് എന്താണെന്ന് അറിയില്ല, ഖുർആൻ എങ്ങനെ സമീപിക്കണം എന്ന് അറിയില്ല. ഒരുപക്ഷെ നമ്മളെ ചുറ്റുപാടും നടക്കുന്ന ക്ലാസ്സുകളും കോഴ്സുകളും എല്ലാത്തിന്റെയും ആധിക്യം കാരണം തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ഖുർആനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പം ഒരു ശരിയായ ഇത് എന്താണ്, ഖുർആനുമായിട്ടുള്ള ശരിയായിട്ടുള്ള സമീപനം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം, ഓരോരുത്തരുടെയും. ഓക്കെ, ആ ഒരു തൗഫീക്ക് റബ്ബ് തന്നിട്ടുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം അത്രയും പറഞ്ഞ് ഇന്നത്തത് നിർത്താണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.